നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അടുത്തത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ. ഒന്നുകൂടെ പറയാം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? ഉയർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല. ആണോ? അല്ല. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴി. പക്ഷെ നമ്മൾ പലപ്പോഴും അബദ്ധം കാണിക്കും. ദൈവത്തെ എന്ത് പഠിപ്പിക്കും? വഴി പഠിപ്പിക്കും. ദൈവമേ അങ്ങനെ ആയാൽ എങ്ങനെയാണ്, ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആകാം. അങ്ങനെ ദൈവത്തെ വഴി പഠിപ്പിച്ചവരുടെ അനുഭവങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയൊരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നെല്ലാം പറഞ്ഞു. 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ മണൽ പോലെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ പറഞ്ഞു, അബ്രഹാമേ നീ പുറത്തു വാ, ആകാശത്തേക്ക് നോക്ക്, കണ്ടോ നിൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിലായിട്ട് ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വയസ്സ് 85 ആകുന്നു. 10 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് സാറ ഒരു വഴി കൊണ്ട് കൊടുത്തു. സാറ പറഞ്ഞു, ഏതായാലും കുഞ്ഞുണ്ടാകും, അച്ചായനോടല്ലേ പറഞ്ഞത്, കുഞ്ഞായാൽ പോരെ, വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണ്? മൂത്ത ദാസിയുണ്ട്, ഏറ്റവും തലമൂത്ത ദാസി, പേരെന്താ? ആഗാർ. അതും ഒരു വഴിക്ക് പോയതാ. ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ എവിടെ പോയി? മിസ്രൈമിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് കൂട്ടുവന്നപ്പം കിട്ടിയ ഒരാളാണ് ഹാഗാർ. എപ്പം പിന്മാറ്റം പോയാലും അത് തിരിച്ചു വന്നാലും ഒരു കാര്യം ഓർത്തോണം, ഒരു വാലറ്റം കൂടെ കാണും ജീവിതകാലം മുഴുവൻ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ തിരിച്ചു വന്നാലും എന്തെങ്കിലും ഒരു വാലറ്റം ഓർക്കാൻ ലൈഫ് ലോങ് കാണും. അങ്ങനെ ഒരു ഹാഗാറിനെ കിട്ടി. അപ്പം സാറ കൊണ്ടൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ദാസിയാണ്, കുഞ്ഞ് ആയിക്കോളാൻ പറഞ്ഞു. അന്നത് കസ്റ്റമാണ്, ഇന്നത് പീഡനമാണ്, അകത്ത് പോവും. അന്നത് ഇറ്റ് വാസ് എ കസ്റ്റം ഓഫ് ദാറ്റ് സൊസൈറ്റി. അപ്പോൾ കുഞ്ഞ് പോരെന്ന് പറഞ്ഞു, വഴിയൊരുക്കി കൊടുത്തതാണ്. പക്ഷേ കുഞ്ഞ് ആയിക്കഴിഞ്ഞപ്പം അബ്രഹാമിന് തന്നെ പണി കിട്ടി. സാറ വന്ന് അബ്രഹാമിനോട് ചോദിച്ചു, എനിക്ക് സംഭവിച്ച അന്യായത്തിന് താൻ ഒറ്റയൊരുത്തന കാരണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് പറഞ്ഞതാരാ? സാറ. കുറ്റപ്പെടുത്തിയതാരെയാ? അബ്രഹാമിന്. ഇതുപോലാണ് സഹോദരിമാർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ കല്ലെറിയരുത്. കൊച്ചിനെ ബെൽജിയത്തിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് അമ്മയ്ക്കായിരുന്നു നിർബന്ധം. അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിത് പാടാന്ന്. ഉടനെ ഈ അമ്മ അച്ചാനിരിക്കുന്ന വേദി എന്നോട് പറഞ്ഞാണ്, അന്നേരമേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. അപ്പോൾ അങ്ങേർക്ക് പോയിട്ടേ ഒക്കത്തുള്ളൂ. പുള്ളി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, പുള്ളി ഇതറിഞ്ഞതുപോലുമല്ല. പക്ഷേ അവിടെയും നമുക്കൊരു മാതൃക അബ്രഹാമ. ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ എന്തോ ചെയ്യണം? അബ്രഹാം മിണ്ടാതിരുന്നതുപോലെ മിണ്ടാതിരിക്കാനുള്ള കൃപ പ്രാപിച്ചാൽ നമ്മളും അറിയപ്പെടും വിശ്വാസികളുടെ പിതാവെന്ന്. നമ്മളും അറിയപ്പെടും വിശ്വാസികളുടെ പിതാവ്. ഏതായാലും ദൈവത്തെ എന്ത് പഠിപ്പിച്ചു? വഴി പഠിപ്പിച്ചു. എനിക്കുണ്ടായ ഒരു പൊട്ടത്തരം പറയാം വഴി വെട്ടുന്ന കാര്യത്തിൽ. 10 വർഷം മുമ്പ്, 25 വർഷം മുമ്പ്, അന്ന് നമുക്ക് ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ എല്ലാ കമ്മിറ്റികളും ഉണ്ട്. ഏതാ? കൺവെൻഷൻ കമ്മിറ്റിയിലെ പബ്ലിസിറ്റി കമ്മിറ്റി, പ്രെയർ കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി. ഇതെല്ലാം എടുത്താലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാവേശ കമ്മിറ്റി വേണം. ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ പേരെന്താ? ആവേശ കമ്മിറ്റി ഉണ്ടെങ്കിലേ എന്ത് നടക്കത്തുള്ളൂ? കാര്യം നടക്കും. അവരൊരു ബഹളവും ഒരു ഉത്തരവാദിത്വവും ഒരു ഇച്ചിരി സ്പീഡാണ്. നമുക്ക് അവരോടൊരു ബുദ്ധിമുട്ട് തോന്നിയാലും അവരുണ്ടെങ്കിലേ എന്ത് നടക്കത്തുള്ളൂ? ഇച്ചിരി ധൃത്തിടുക്കമൊക്കെ ഉണ്ടാകും. എന്നാലും അവർ വേണം, എന്നാലേ കാര്യങ്ങൾ സമയത്ത് നടക്കത്തുള്ളൂ. അങ്ങനെ 25-26 വർഷം മുമ്പ് ഞങ്ങൾ ഹോള് പണിയാൻ വേണ്ടി മണ്ണ് മാറ്റുവാണ്. അപ്പോൾ അന്ന് ഈ മണ്ണ് മാറ്റാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കൽ ലീഗൽ തടസ്സങ്ങൾ. അപ്പോൾ ഒരു ലോറിക്കാരൻ പലര് പറഞ്ഞു JCB ആയിട്ട് വന്ന് അവർ രാവിലെ കുറേ മണ്ണെടുത്തുകൊണ്ട് പോകാം, അങ്ങനെ 3-4 ദിവസം കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞു. അവസാനം ആരും വരുന്നില്ല. ഈ ഹോള് പണി ഭയങ്കര തടസ്സമാണ്. അതിനൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളൊരു കൺവെൻഷൻ നടത്തിയാൽ ഇന്ന് നടത്തി അങ്ങ് തീരും. പക്ഷേ ഹോളൊക്കെ പണിതാൽ നമ്മൾ മരിച്ചാലും എന്ത് കാണും? ഹോള് കാണും. അതുകൊണ്ടാണ് അതിനോടൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഒരു JCBക്കാരൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഈ എളിവനായ പൊട്ടൻ ഒരു കാര്യം ചെയ്തു. എൻ്റെ പൊട്ടത്തരം, ഞാൻ 2-3 ആവേശ കമ്മിറ്റിയല്ലേ, 2-3 പിള്ളേരെയും കൂട്ടി പിക്കാസ് എടുത്തുകൊണ്ട് പോയി കല്ലെല്ലാം മാറ്റി വഴി വെട്ടി. ആർക്ക് കയറാൻ? JCB കയറാൻ. വേർത്ത് കുളിച്ച് വഴി വെട്ടിയ പൊട്ടനാണ് ഞാൻ. JCBക്ക് വഴി വെട്ടണോ എന്ത് ചേച്ചി?
വേണ്ട. JCB വരുന്നത് തന്നെ എന്ത് വെട്ടാനാ? വഴി വെട്ടാനാ. പക്ഷേ ഈ പൊട്ടൻ JCBക്ക് വഴി വെട്ടിയതാണ്. ഇതുപോലാണ് നമ്മൾ ദൈവത്തിന് എന്തോ പറഞ്ഞു കൊടുക്കുന്നത്? വഴി പറഞ്ഞു. നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിൻ്റെ വഴികൾ എൻ്റെ വഴികളിലും നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. ആമേൻ പറയാവുന്നവരെല്ലാം ഒന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികൾ അഗോചരങ്ങളാണ്. ആകാശം ഭൂമിക്ക് മീതെ അത്യുന്നതമായിരിക്കുന്നത് പോലെ അത്ര വലിയ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. നമ്മുടെ വഴികളേ അല്ല. ആരുടെ വഴി? ദൈവത്തിൻ്റെ വഴി. അപ്പോൾ ഇനി എങ്ങനെയാണ് വഴി? ഒന്നാമത്തെ കാര്യം, ഈ വഴി വെട്ടണമെങ്കിൽ, ഇവർ മടങ്ങി വരണമെങ്കിൽ ദേ നീഡ് എ സ്ട്രോങ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്. ലീഡർഷിപ്പ് ഉണ്ടെങ്കിലേ ഏത് കാര്യം നടക്കത്തുള്ളൂ. വേണ്ടേ? എന്തോ വേണം? ലീഡർഷിപ്പ് വേണം. അപ്പം ദൈവം ആദ്യം ഒരു സെക്കുലർ ലീഡറിനെ എഴുന്നേൽപ്പിച്ചു, അതിനുശേഷം സ്പിരിച്വൽ ലീഡർഷിപ്പിനെ എഴുന്നേൽപ്പിച്ചു. സെക്കുലർ ലീഡർഷിപ്പായിരുന്നു കോരശ്. വായിക്കാം, യെശയ്യാവ് 44:28. കോരശൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നു. യെരൂശലേം പണിയപ്പെടും, ഞാൻ എൻ്റെ മന്ദിരത്തിന് എന്തിടും? അടിസ്ഥാനമിടും. ആരാ പറഞ്ഞത്? കോരശാണ് പറഞ്ഞത്. വീണ്ടും അത് പ്രവചനമാണ്. വീണ്ടും പറയുന്നു 45. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 45:13. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അടുത്തത്, അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യും? വിട്ടയക്കും. അപ്പോൾ ഇവിടെ അവർ പ്രവാസത്തിലാണ്. വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യും? വിട്ടയക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞു. ആ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് അതാണ് യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ പ്രവചനങ്ങളുടെ നിവർത്തിയാകേണ്ടതിന്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവം പറഞ്ഞ വാക്കുകൾ എന്തു ചെയ്യും? നിവർത്തീകരിക്കും. കാരണം ദൈവം വാക്ക് മാറാൻ ആരല്ല? മനുഷ്യൻ അല്ല. ഹല്ലേലൂയ. ദൈവം തൻ്റെ വചനങ്ങളെ നിവർത്തീകരിക്കും. അങ്ങനെ യെശയ്യായുടെ പുസ്തകത്തിൽ നിവർത്തീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് കോരശിൻ്റെ വാഴ്ചയുടെ 1-ാമത്തെ ആണ്ടിൽ തന്നെ കോരശ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി. ഇന്ന് അന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളല്ല, TV സംവിധാനങ്ങളല്ല. വിളംബരം എന്താണ്? പഴയ രാജകീയ വിളംബരങ്ങളുണ്ട്. വലിയ പെരുമ്പറയൊക്കെ കൊട്ടി നിന്നുകൊണ്ട് വിളിച്ചു പറയും. എന്താണ്? രാജാവിൻ്റെ വിളംബരം. അപ്പം വരുന്നവരെല്ലാം കേൾക്കാൻ നിൽക്കും. എന്താണ് ആ വിളംബരം? ഇവിടെയുള്ള യഹൂദന്മാരൊക്കെയും പോകണം. എങ്ങോട്ട് പോകണം? ആലയം പണിയാൻ വേണ്ടി പോകണം. പോകുക മാത്രമല്ല, വേറൊരു വിളംബരം കൂടെ കൊടുത്ത് പോകുന്നവർക്കെല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കണം, പണം കൊടുക്കണം. അവരെ വെറുതെ അയക്കരുത്. ഇത് രാജകീയ വിളംബരമാണ്. രാജകീയ വിളംബരം. ആ വിളംബരം പ്രസിദ്ധമാക്കി. അങ്ങനെ അവർ മടങ്ങി വരികയാണ്. ചെറിയൊരു വരവല്ല, വലിയൊരു വരവാണ്. അന്നേരം അവരുടെ ഒരു കോണ്ടസ്റ്റിലാണ് സംഗീതം. അതാണ് ഈ സംഗീതത്തിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടു, യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്ന എങ്ങനെ. പക്ഷേ വീണ്ടും നമ്മൾ കാണുന്നു, സങ്കീർത്തനത്തിൽ വായിക്കുകയാണ്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾ എന്ത് കാണുന്നവരെ പോലായിരുന്നു? സ്വപ്നം. ഒന്നുകൂടെ പറഞ്ഞേ, സ്വപ്നം. എന്താണ് ഈ സ്വപ്നങ്ങളുടെ പ്രത്യേകത? സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഫ്രോയിഡൊക്കെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സിമ്പിളായിട്ട് സ്വപ്നം കാണുന്നത് നമ്മുടെ പ്രാപ്തിക്ക് താഴെ ഉള്ളതാണോ പ്രാപ്തിക്ക് മീതെ ഉള്ളതാണോ? മീതെ ഉള്ളതാണ്. നമ്മൾ റെഗുലറി നടക്കുന്ന കാര്യമൊന്നും എന്ത് കാണാറില്ല? സ്വപ്നം കാണാറില്ല. ഞാനൊരിക്കൽ ഒരു ബുള്ളറ്റ് മേടിച്ച്, എൻഫീൽഡ്. നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ക്രൈസിനകത്ത് ഈ 1970 മോഡൽ ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി ഒരു ബുള്ളറ്റ് എടുത്ത്, പപ്പ അറിയാതെ എടുത്തത്. ആ ബുള്ളറ്റുമായിട്ട് വീട്ടിലോട്ട് വന്ന് വഴക്ക് പറയുമെന്ന് പേടിയുണ്ട്. എന്നാലും നമ്മുടെ ആ പ്രാന്തുണ്ടല്ലോ, ചെറുപ്പത്തിൻ്റെ ഒരു പ്രാന്ത്. അപ്പോൾ ആ ഒരു ക്രൈസിലൊരു ബുള്ളറ്റ് കൊണ്ട് ഏതാണ്ടൊക്കെ ഒപ്പിച്ച് കടമൊക്കെ ഇട്ട് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ അപ്പ എന്നെ നോക്കി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് നമ്മളെ അങ്ങ് വടിയാക്കുക, കളിയാക്കുക. എന്തിനപ്പ ചിരിക്കുന്നേ? ഒന്നും ഇല്ലടാ, ഞാനൊരു കാര്യം ഓർത്ത. എന്താ ഓർത്തേ? അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ തോട്ടം ജീവിതമായിരുന്നു, തോട്ടം ലൈഫായിരുന്നു. അപ്പച്ചൻ തോട്ടത്തിലായിരുന്നു. അപ്പോൾ ഭയങ്കര വഴക്കും മല്ലുമൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ അപ്പായും അപ്പാടി ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിക്കുമ്പോഴൊക്കെ എൻ്റെ കല്യാണത്തിലൊക്കെ വന്നായിരുന്നു. ഭയങ്കര സ്നേഹിതരാണ്.
ഇവരെ ജീവൻ കളയുന്ന പ്രാണസ്നേഹിതരാണ്. ഇവർ രണ്ടും കൂടെ എങ്ങാണ്ട് പോയി ഭയങ്കര അടിയുണ്ടാക്കി അവിടുത്തെ ആരാണ്ട് വലിയ ഗുണ്ടകളെ തല്ലി ശരിയാക്കി. അവന്മാർ തിരിച്ചടിക്കും എന്നുള്ള ചിന്തയിൽ ഇവർ രണ്ടും കൂടെ വീട് മാറി കിടക്കുക. അന്നൊക്കെ വീട് കയറി തല്ലും. വീട് കയറി മാറിക്കിടക്കുവാണ്. ഇവൻ ഭയങ്കര പിന്നെ ഇവർ രണ്ടും വഴക്കാളികളാണ്. അപ്പം നല്ല ഉറക്കത്തിൽ അവനൊരു കാര്യം ചെയ്തു. പപ്പായി അവനും കൂടെ ഒരു കട്ടിലെ വീട് മാറിക്കിടക്കും. അവൻ നല്ല ഉറക്കത്തിൽ ചാടി നെഞ്ചത്ത് കയറിയിരുന്നു ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് നെഞ്ചത്തിരുന്ന് രണ്ട് ചെവിയിലും പിടിച്ചുകൊണ്ടിരിക്കുക. ഉണന്നപ്പം ഇവനെ തെള്ളി താഴെ ഇട്ടു. എന്താ പാടാ ചെയ്ത്? അപ്പോൾ അവൻ ഉണന്ന് വന്നിട്ട് പറയുക, എടാ സോറിയടാ, ഞാനൊരു എൻഫീൽഡ് ബുള്ളറ്റ് മേടിച്ച് സ്വപ്നം കണ്ടതാ. ഇവൻ ചവിട്ടിയത് കിക്ക് ചെയ്തതാ. ചെവിയെ പിടിച്ചത് ആക്സിലേറ്ററിലും ക്ലച്ചിലും പിടിച്ചേക്കുക. അപ്പം സ്വപ്നം കാണുന്നത് നമ്മുടെ ഇനി ഞാൻ ഈ അൺപാർലമെൻ്ററി ആണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. ഞാനിങ്ങനെ അങ്ങ് ഫ്ലോയിലങ്ങ് പറയും. അത് ഒരു അഡ്വാൻസ് ക്ഷമ ചോദിക്കുക. ഈ കല്യാണം കഴിക്കാൻ പോകുന്നു പെങ്കൊച്ച്. അമ്മ പറഞ്ഞു, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അവനെ എന്ത് ചെയ്യത്തില്ല, കെട്ടത്തില്ലെന്ന് പറഞ്ഞു. അവൾ സ്വപ്നം കാണും, അവനും സ്വപ്നം കാണും. അവർ കെട്ടുന്നത് പാരീസിൽ കൂടെ പോയി തായ്ലൻഡിൽ കൂടെ പോയി കറങ്ങുന്നതൊക്കെ സ്വപ്നം കാണും. കാരണം അമ്മ പറഞ്ഞു, ജന്മത്ത് കൊക്കിന് ജീവനുണ്ട്, എന്ത് നടക്കത്തില്ല, കല്യാണം നടക്കും. എൻ്റെ ഒരു ചോദ്യം, ഞാൻ കണ്ടിട്ടില്ല സ്വന്തം ഭാര്യയും കൊണ്ട് പാരീസിൽ കൂടെ ഇറ്റലിയിൽ കൂടെ പോകുന്ന സ്വപ്നം കണ്ട ആരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചപ്പോൾ ആരും ഇന്ന് വരെ സിനിച്ചാനാണെ തല കൊലിച്ചു. കാരണം സ്വന്തം കെട്ടിക്കൂടുള്ള ഭാര്യയെ ഭർത്താവരെ കൊണ്ട് സ്വപ്നം പോകുന്ന കറങ്ങാൻ പോകുന്ന വല്ലവരും കണ്ടോ? ആരും കണ്ടില്ല. കാരണം അത് നമ്മളെന്തോ സ്വപ്നം കാണാനാണ് നമ്മുടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോബ പ്രവചനത്തിൽ, നിങ്ങളുടെ വൃദ്ധന്മാരെന്ത് കാണും? സ്വപ്നങ്ങളെ കാണും. നമ്മുടെ കല്യാണം, ലവ് ഈസ് ആൻ ഇമോഷൻ ദാറ്റ് എൻഡ്സ് വിത്ത് മാരേജ് എന്ന് സമ്മൺ റൈറ്റ്ലി സെഡ്. അതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞു പോവുകയാണ്. അവതില്ലാത്തവർക്ക് എന്തുണ്ട്? സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും പ്രാപ്തിക്ക് മീതെ ഉള്ളത് എന്ത് കാണത്തുള്ളൂ? സ്വപ്നം. അതുകൊണ്ടാണ് അവർ പറയുക, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്തുപോലായിരുന്നു? സ്വപ്നം. ഒരു കാര്യം ഓർത്തോണം, ദൈവം ഒരു കാര്യം ചെയ്താൽ സ്വപ്നം പോലെ ഓർക്കാൻ ഒക്കുന്നതാണ് തമ്പുരാൻ്റെ കാര്യങ്ങൾ അല്ലേ? നമ്മുടെ വഴികളെ ദൈവം നടത്തിയത്, ദൈവം ഇന്ന് വരെ കൊണ്ടുവന്നത്, ആ പ്രശ്നങ്ങളെ അതിജീവിച്ചത്, ഇതെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നും. എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നും അറിയാതെ തമ്പുരാൻ നടത്തിയ വഴികൾ കുറേ നാൾ കഴിഞ്ഞേ അത് മനസ്സിലാകത്തുള്ളൂ. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്തുപോലായിരുന്നു? സ്വപ്നം കാണുന്നവരെ. സ്വപ്നം കാണുന്നു. അങ്ങനെ സ്വപ്നം കാണുന്നവരെ പോലെ അവരെ മടക്കി വരുത്തി. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പോയി, കറ്റ ചുമന്നുകൊണ്ട് എങ്ങനെ വന്നു? ആർപ്പോടെ വന്നു. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർപ്പോട് വരികയാണ്. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ എന്നവിടെ പ്രാർത്ഥന. ഇനിയുള്ളവരെയും വരുത്തണമേ. അങ്ങനെ യെരമ്യ ഒരു വലിയ വിളംബരം കൊടുത്തു. വിളംബരം കൊടുത്തത് ഇതാണ്, അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി എന്ത് പണിയണം? ആലയം പണിയണം. അങ്ങനെ ആലയം പണിയാൻ വേണ്ടി പോകുന്നവർക്കെല്ലാം സമ്മാനം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കോരശനെ ഉണർത്തും. അവൻ എൻ്റെ ദാസൻ, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ ജനത്തെ വിട്ടയക്കും. അവൻ നഗരം പണിയും. ദൈവത്തിൻ്റെ വഴി പ്രവചനം നിവർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ വഴികളുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ ദൈവം ഉപയോഗിച്ചു. കോരശാണ്. കോരശ് ഒരു വിജാതീയനായ അല്ലെങ്കിൽ ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ വീണ്ടും പറയട്ടെ, നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിൻ്റെ വഴികൾ എൻ്റെ വഴികളിലും നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവർ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തു. പാർസി രാജാവായ കോരശ് പണ്ണാര വിചാരകനായ, അതിൻ്റെ 8-ാം വാക്യം, മിത്രദാത്ത് മുഖാന്തരം അവ, അതായത് ദേവാലയം ഭയങ്കര സങ്കടം ഇവർക്കുണ്ടാകാൻ കാര്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം ഉപകരണങ്ങളെല്ലാം വെച്ചിരുന്നത് എവിടാണ്? അവരുടെ ദേവന്മാരുടെ ക്ഷേത്രത്തിലായിരുന്നു. അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ്. ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന അവർക്ക് എന്നും മോശയുടെ 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനകൾ ആയ ആ പ്രമാണം മുറുകെ പിടിക്കുന്നത് കൊണ്ട് അവർക്കത് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ അവരുടെ ഉപകരണങ്ങളെല്ലാം എവിടെ സൂക്ഷിച്ചു? ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു. പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്യിപ്പിച്ചപ്പോൾ പാർസി രാജാവായ കോരശ് വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു.
യഹൂദ പ്രഭുവായ ശേഷ്ബശരിൻ്റെ കൈവശം കൊടുത്തു. അല്ലേ? ശേഷ്ബശരിൻ്റെ കൈവശം എങ്ങനെ കൊടുപ്പിച്ചു? എണ്ണി കുടിപ്പിച്ചു. അത് ഒരു നല്ലൊരു കാര്യമാണ്. ഏത് കാര്യത്തിന് എന്ത് വേണം? എണ്ണം വേണമെന്നുള്ളത്. പഴയ ആൾക്കാർ പറയാറുണ്ട്, ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അല്ലേ? ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. എന്താ കാര്യം? എല്ലാത്തിനും എന്ത് സൂക്ഷിക്കുക? കണക്ക് സൂക്ഷിക്കുക. അത് കണക്ക് സൂക്ഷിക്കുന്ന ഒരു കണക്കിന് നല്ലതാണ്, ദൈവികമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കൊടുക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ എന്ത് വേണം? കണക്ക് വേണം. കണക്കുണ്ടല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ. കണക്ക് നോക്കി കൊടുത്തില്ല എന്തോ ചെയ്യാം. കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ആ ഒരു കൊച്ചന് ഭയങ്കര കാശ. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം, ജീവിതത്തിൽ 10 രൂപ അല്ലാതെ സ്വത്രാഴ്ച ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു കൊച്ചനെക്കുറിച്ച് ഈയിടയ്ക്ക് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഇടയ്ക്ക് ചെറിയൊരു മാനസാന്തരം ഉണ്ടായി. ഇപ്പോൾ 20 ഇടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും 10 കൂടുതൽ ഇട്ടിട്ടില്ല. ഈ 10 കൂട്ടില്ല ഇന്ന് വരെ ഇടാത്ത ഈ പുള്ളി ഒരു ദിവസം യോഗത്തിന് ജയിക്കുമ്പോൾ, നമ്മുടെ ഇവിടുത്തെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല, ഈ സഞ്ചിയും നീളമുള്ളൊരു കമ്പി ഉണ്ടല്ലോ, അതുമായിട്ടിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കൂടൊക്കെ പോകത്തില്ലേ, നീളമുള്ള കമ്പി, അങ്ങനെ കൊടുക്കുമ്പോൾ ഇവൻ 10 രൂപ ഇട്ടു. അപ്പോൾ ഈ പയ്യനെ പുറകിൽ നിന്ന് ഒരാൾ തോണ്ടിയപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ 500 രൂപ ഇവൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുത്ത് പുറകിരുന്ന ഒരാൾ, സെക്കൻഡ് റോ, അടുത്ത റോ ഇരുന്നാണ്. അപ്പോൾ ഇവനോർത്തു സ്വാഭാവികമായിട്ടും എന്തിനു തന്നായിരിക്കും? നിങ്ങൾ സ്വത്രാഴ്ച ഇടുമ്പോൾ പുറകിരുന്ന ഒരാൾ 500 രൂപ തോണ്ടി തന്നാൽ നമ്മളെന്തോ ഓർക്കും? പുള്ളി അത് മേടിച്ച് സ്വത്രാഴ്ച ഇട്ടു. അപ്പോൾ ഇവനങ്ങ് അത്ഭുതമായി, ഇദ്ദേഹം അമേരിക്കയിൽ നിന്നായിരിക്കും വന്നത്, അല്ലെ ഗൾഫിൽ നിന്നായിരിക്കും. ഏതായാലും ഇത്ര ഉദാരമതിയായ ജനറസായിട്ട് ഒരാൾ 500 രൂപയല്ലേ സ്വത്രാഴ്ച. ഇവനെ സംബന്ധിച്ച് ചിന്തിക്കാനൊക്കെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ചായ അമേരിക്കയിൽ നിന്ന് വന്നാണോ? അല്ല. ഗൾഫിൽ നിന്നാണോ? അല്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നാണോ? അല്ല. ബിസിനസ്സാണോ? അല്ല. നിനക്ക് എന്നോട് ചേർക്കാം? നീ എന്നെ ഇങ്ങനെയൊക്കെ ഞാനപ്പുറത്തെയാ, എന്നാ കാര്യം? അല്ല ചായ, 500 രൂപ അച്ചായന് സ്വത്രാഴ്ച ഇട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അന്ന് അയാൾ പറയാ, എടാ ഞാൻ ഇട്ടതല്ല, നീ 10 എടുത്തപ്പം നിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയതാ. അത് ഞാനങ്ങോട്ട് എടുത്ത് തന്നേ ഉള്ളൂ. നീ 10 എടുത്തപ്പം അത് അവൻ അന്നേരം ഫ്ലാറ്റായി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് 510 ഇട്ടു. നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് വീതി ദൈവത്തിൻ്റെ വഴി കണ്ടോ? 10 ഇടുന്നവനെ കൊണ്ട് തമ്പുരാൻ എന്തോ ഇടിപ്പിച്ചു? 510 ഇടിപ്പിച്ചു. അപ്പോൾ ഓർത്തോണം, ദൈവം നിൻ്റെ വഴിയല്ല എൻ്റെ വഴി. ഏതായാലും എന്നിങ്ങനെ കൊടുത്തത്? എണ്ണി കൊടുപ്പിച്ചു. അതെല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്ത് കൊടുപ്പിച്ചു? എണ്ണി കൊടുപ്പിച്ചു. ഈ എണ്ണി കൊടുപ്പിക്കാനായിട്ടൊരു കാര്യമുണ്ട്. എല്ലാത്തിനും എണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ചിലവൊക്കെ ഒന്ന് ചുരുക്കാനൊക്കെ ഒക്കത്തുള്ളൂ. പണ്ടത്തെ അപ്പച്ചന്മാരുടെയൊക്കെ ചാരുകസായുടെ സൈഡിലൊരു ബുക്ക് കാണും. ആ ബുക്കിനകത്ത് വരവിത്ര, ചെലവിത്ര, വരവ്, പിന്നെ ഷീറ്റ് വിറ്റത്, ഒട്ടുപാല് വിറ്റത്, പിന്നെ അത് കിട്ടിയത്, ഇത് കിട്ടിയത്, ആക്രി വിറ്റ് കിട്ടിയത്, എല്ലാത്തിൻ്റെ എന്ത് കാണും? കണക്ക് കാണും. ചിലവും കാണും. വരവും ചിലവും ഒക്കെ എഴുതി വെക്കുമ്പം അവരരിപ്പരാന്നും പറയരുത്. അവരുടെ ഒരു പ്രിൻസിപ്പിളാണത്. എല്ലാത്തിനും എന്ത് വേണം? എണ്ണം വേണം. എണ്ണം ഉണ്ടെങ്കിലേ നമുക്കൊന്ന് ചുരുങ്ങിയൊക്കെ പോകാനൊക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നം, അവർക്ക് വരുമാനമുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ദർ ആർ എക്സെപ്ഷൻസ്. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ പിതാക്കന്മാരൊക്കെ പലർക്കും കൊടുക്കുകയും ഒരു കല്യാണത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സമൃദ്ധിയിൽ നിന്നായിരുന്നോ ഇല്ലായ്മയിൽ നിന്നായിരുന്നോ? ഇല്ലായ്മയെന്നാണ്. അവർ ചുരുങ്ങിയാണ് പലതും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര ശമ്പളമുള്ള IT-യിലൊക്കെ അല്ലെങ്കിൽ MNC-യിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേർക്കൊക്കെ 1-1.5-2 ലക്ഷം രൂപയൊക്കെ ശമ്പളം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? തികയത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, ഇവർ ഈ വരവറിയാതെ എന്ത് ചെയ്യും? ചിലവ് ചെയ്യും. അത് സത്യമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരിടത്ത് നിൽക്കുമ്പോൾ എന്നെ ഒരു കുഞ്ഞ് വിളിച്ചുകൊണ്ട് ലുലു കൊണ്ടുപോയി. ലുലു എല്ലാവർക്കും അറിയാവുന്നതാണ്, തിരുവനന്തപുരത്താണ്. ലുലു ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പാരഗണ്ണുണ്ട്, അവിടെ കയറി വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞു. ഇനി ഇവരിത് കേട്ടാൽ എന്നെ വഴക്കുണ്ടാക്കുമെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ചെന്നിട്ട് 1/2 മണിക്കൂർ വായി നോക്കി നമ്മൾ അവിടെ ഇരുന്നു. കാരണം അവർ കൂപ്പൺ തന്നു, 1/2 മണിക്കൂർ. അത് പിന്നെ രസമോ, വായി നോക്കി ഇങ്ങനെ ഇരിക്കാമല്ലോ, സമയം ഉണ്ടാക്കി. അങ്ങനെ ഇരുന്നത് കഴിഞ്ഞപ്പോൾ അവർ കളിക്കുക. ഓവനൊരു ഏതാണ്ട് ഒരു ഫിഷ് മാംഗോ കറിയും പാലപ്പവും കഴിച്ച് കഴിഞ്ഞപ്പം കണ്ണ് തള്ളിപ്പോയി. 1300 രൂപ. ഫിഷ് വയറ് നിറഞ്ഞോ അതുമില്ല, എന്നാലും ഫിഷ് മാംഗോ കറി. ഞങ്ങൾ രണ്ടും കൂടെ അത് കഴിഞ്ഞ് തമിഴ്നാട് ഇലക്ഷൻ നടക്കുക, പ്രാർത്ഥിക്കാൻ തമിഴ്നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ നാർക്കോവിനടുത്ത് രാത്രി ഒരു തട്ടുകടയിൽ കയറി. അടുത്ത ദിവസം കയറിയപ്പം വയറ് നിറച്ച് ദോശ, പിന്നെ ഓംലെറ്റ്, ചായ. അത് കഴിഞ്ഞപ്പം പാസ്ത എന്ന് പറഞ്ഞപ്പോൾ അവർ പപ്പടം തന്നു. എല്ലാം കൂടെ നേടിക്കഴിഞ്ഞ് 83 രൂപ. 83 രൂപ. അപ്പുറത്ത് 1300 രൂപ. ഈ 1300 കൊടുത്തപ്പോൾ അവൻ പറയാം ലാഭമാണ്, കുറവാണ്.
കാരണം പലയിടത്തെ അപേക്ഷിച്ചിതെന്താ ലാഭമാണോ? അപ്പോൾ ഒരു കാര്യം ഓർത്തണം, ഈ പക്ഷേ ഒരു ഗുണമുണ്ട്. ഈ ഇവിടെ ഒരു അത് പാത്രമൊക്കെ പൊന്നും ഉപകരണങ്ങൾ 5400, വെള്ളിപ്പാത്രം 410, പൊൻപാത്രം 30. അപ്പം കർത്താവിൻ്റെ കയ്യിൽ ഒരു കണക്കുണ്ട്. നമ്മളും എന്ത് സൂക്ഷിക്കുക, കണക്ക് ഏറ്റവും മിനിമം ദൈവത്തിന് കൊടുക്കാനെങ്കിലും എന്ത് വേണം, കണക്ക് കൊടുക്കുന്നവർ. നമ്മൾ കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ എന്ത് ബലപ്പെട്ടിരിക്കണം കാര്യം. അതിനകത്തെ വിശ്വസ്തത. ഈ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു കൺസെപ്റ്റിലൊക്കെ എഴുതിയിട്ടിരുന്ന ഒരു പക്ഷേ മലയാളികൾക്ക് അറിയാവുന്ന M.M. തോമസ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ചെന്നപ്പം പിന്നെ വിശ്വാസിയായതുകൊണ്ട് കൊടുത്തില്ല. സെമിനാരി മെമ്പർഷിപ്പ് എടുക്കാൻ ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളതായതുകൊണ്ട് സെമിനാരി കയറ്റിയില്ല. അവസാനം അദ്ദേഹത്തെ പഠിപ്പിച്ച സെമിനാരി നിരാകരിച്ച സെമിനാരി പുള്ളി എഴുതിയ പുസ്തകങ്ങൾ പഠിപ്പിച്ച വിശ്വവിഖ്യാതനായ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്ന M.M. തോമസ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹം പഠിപ്പിച്ച ഒരാൾ എന്നോടൊരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. WCCയുടെ അദ്ദേഹത്തിൻ്റെ വീട് തിരുവല്ല മഞ്ഞാടിക്കപ്പുറത്ത്, അവിടെ ഒരു സ്മാരകമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ തിരുവല്ലായി വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് തിരുവല്ലായിൽ നിന്ന് പുള്ളിക്ക് മഞ്ഞാടിയിലോട്ട് പോകണം. പക്ഷേ പുള്ളിയുടെ കയ്യിൽ അന്നേരം പൈസയില്ല. പൈസയുള്ളത് WCCയുടെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പൈസയുണ്ട്. ആ പൈസ കൊടുത്തിട്ട് പുള്ളിക്ക് വണ്ടിക്കൂലിയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്താൽ മതി, മാറ്റി വെച്ചാൽ മതി. അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം WCCയുടെ പൈസ വണ്ടിക്കൂലിക്ക് കൊടുക്കാഞ്ഞത് കൊണ്ട് തിരുവല്ലായിൽ നിന്ന് മഞ്ഞാടി വരെ നടന്നുപോയി. തിരുവല്ല, അതാണ് പുള്ളിയുടെ മനസ്സിലായോ? അതൊക്കെയാണ് വലിയ മനുഷ്യൻ്റെ, അതായത് WCCയുടെ പൈസ ഒറ്റ നിമിഷത്തേക്കിന് പോലും ഒന്ന് വക മാറ്റി ചെലവഴിക്കാത്ത ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. എന്നാലും ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, അവരെല്ലാം എണ്ണിയാണ് എന്ത് ചെയ്തത്, കൊടുപ്പിച്ചത്. എണ്ണി കൊടുപ്പിച്ചു. അങ്ങനെ എണ്ണിയെല്ലാം കൊടുപ്പിച്ചിട്ട് ബാബേൽ രാജാവായ 2-ാം അധ്യായം, നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളെന്ന് യെരൂശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാന നിവാസികളാവിത്. സെരുബാബേലിനോട് കൂടെ വന്നവർ യോശുവ, നെഹമ്യാവ്, സെരയാവ്, രേലയാവ്, മൊർദെഖായി, ബിൽശാൻ, മിസ്പാർ, ബിഗ്വായി, രഹൂം, ബാന എന്നിവർ ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്. അവരങ്ങനെ യേശുവ തുടങ്ങി നെഹമ്യാവ് ഇങ്ങനെ പേട്ട എണ്ണമാണ്. എന്നിട്ട് ഒരു ലിസ്റ്റ് അവിടെ പറയുകയാണ്. ആ ലിസ്റ്റിനകത്ത് പറയുന്നുണ്ട് പാരോശിൻ്റെ മക്കൾ, ശെഫന്യാവിൻ്റെ മക്കൾ, ആരഹിൻ്റെ മക്കൾ, യേശുവയുടെയും യോവാബിൻ്റെയും മക്കൾ. അപ്പോൾ ഇതൊരു ഒരു റിവൈവലാണ്. ഒരു 70 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ദൈവത്തിൻ്റെ ഒരു റിവൈവൽ ഉണ്ടാകുകയാണ്. അവർ ആലയത്തിലേക്ക് ആലയം പണിയാൻ വേണ്ടി മടങ്ങി വരികയാണ്. ഞാനതിനെ ഒരു ഉണർവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണ്. അപ്പോൾ ആ മടങ്ങി വരവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തികളുടെ ആ വന്ന കൂട്ടരുടെ കുടുംബങ്ങളുടെ പേരും വിവരവും എണ്ണവും ആളുടെ കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഇന്ന് അങ്ങനെയാണെങ്കിൽ 2026 എറണാകുളം ജില്ലയിൽ ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കുചേർന്ന എല്ലാ കുടുംബങ്ങളുടെയും കണക്കും ലിസ്റ്റും തമ്പുരാൻ്റെ കയ്യിലുണ്ട്, മറക്കരുത്. അപ്പം തന്നെ പുറം തിരിഞ്ഞ് നിന്നവരുടെയും കണക്കുകൾ എവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ. പക്ഷെ അവരുടെ കണക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്യുന്നവനാ, അവിടുന്ന് ഓർമ്മയുടെ പുസ്തകത്തിൽ പേരെഴുതി വെക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് കാണുകയാണ്. ആ വലിയൊരു ലിസ്റ്റാണ് ആ ലിസ്റ്റ്. അങ്ങനെ അത്രയും പേരുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിൻ്റെ പ്രകാരം എത്ര പേര് വന്നു എന്ന് 64-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സഭ ആകെ 42,360 പേർ. എല്ലാവരും പറഞ്ഞ് എത്ര ആയിരുന്നു? 42,360 പേർ. അവരുടെ കൂടെ 700 ദാസിദാസന്മാരായ 7,337 പേര്, പിന്നെ 200 സംഗീതക്കാരികൾ. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്, വലിയൊരു മെഗാ കൊയറാണ്. അവരെ എങ്ങനെ മാനേജ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 200 സംഗീതക്കാരും ഉണ്ടായിരുന്നു, സംഗീതക്കാരികളുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അതും ജനറലൈസ് ചെയ്യുകയാണ്, ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഈ പാട്ടുകാരെയൊക്കെ മാനേജ് ചെയ്യാൻ. ഏതായാലും 200 പേരാണ് നിന്ന് പാടിയത്. 200 പേര്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഉപദേശി എന്നോട് പറഞ്ഞതാണ്, പാട്ടുകാരൻ നിമിത്തം അറ്റായിക്ക് വന്ന, നിങ്ങളല്ല കേട്ടോ,
പാട്ടുകാർ നിമിത്തം അറ്റായിക്ക് വന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യിച്ചു, 4 ടീമാണ്, എല്ലാം പാട്ടുകാരാണ്. ഓരോ ആഴ്ചയിൽ ഓരോ ടീമാണ്. അതുകൊണ്ട് ഇവിടെ ആരാധനയല്ല, എല്ലാ ആഴ്ചയിലും പാട്ട് മത്സരമാണ് ഇവിടെ നടക്കുക. എന്തായാലും സാരമില്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഏതായാലും ദൈവം ഒരു കാര്യം ചെയ്തപ്പോൾ ഇത്രയും വലിയ മെഗാ കൊയറൊക്കെ ഈസി ആയിട്ടാണ് മാനേജ് ചെയ്യപ്പെട്ട് 200 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെത്തിയപ്പോൾ ഇനിയും അവരുടെ പ്രാപ്തി പോലെ അവരുടെ പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് പൈസ കൊടുത്തു വിട്ടു. എന്തോരം പൈസയാണെന്ന് 69-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എത്രയാണ്? അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 69,000 തങ്കക്കാശും 61,000 തങ്കക്കാശ്. 61,000 തങ്കക്കാശ്. അതായത് എൻ്റെ ഞാൻ ഒരു കൃത്യം ഡിജിറ്റ് ചിലപ്പം തെറ്റാം, എന്നാലും ഗൂഗിളിൻ്റെ സഹായത്തോടെ അതൊന്നും കൺവേർട്ട് ചെയ്തപ്പോൾ $59 മില്യൺ. $59 മില്യൺ. അത് ഇന്ത്യൻ ഇപ്പം ഭയങ്കര റേറ്റാണ്. $. അത് ഇന്ത്യൻ ഡിജിറ്റിലോട്ട് മാറ്റിയാൽ നമുക്ക് കൂട്ടാനോ വായിക്കാനോ ഒക്കാത്തൊരു സംഖ്യ. ദൈവത്തിന് പണം പ്രശ്നമാണോ? അല്ല. നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. എന്ത് പണിയാനാണ് ഇത്രയും പൈസ? ആലയം പണിയാൻ വേണ്ടിയാണ്. എല്ലാവരും പറഞ്ഞ് എന്ത് പണിയാനാണ്? എന്തിനാണ് ഈ ആലയം പണിയുന്നത്? അതിനെ ഒന്ന് ഗൗരവമായിട്ട് ഓർക്കണം. ഇവർക്ക് യെരൂശലേം ദേവാലയം പോയപ്പോൾ ഇവരെ യൂണിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. എപ്പോഴും ഒരു ജനത്തെ യൂണിഫൈ ചെയ്യുന്ന എന്താണ്? ആലയങ്ങളാണ്. അത് വലിയൊരു കാര്യമാണ്. ഞാനതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തകർച്ചയ്ക്ക് കാരണം എവിടെ പോകാത്തവരായി? പള്ളി പോകാത്തവരായി. ആ പള്ളിയെല്ലാം പലരും മേടിക്കാനും വിൽക്കാനും തുടങ്ങി. വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുള്ളതായിരിക്കും. ചിലരുടെ ബൈലോയിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനല്ലാതെ വിൽക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഒരു പൗണ്ടിന് കിട്ടിയ ഹോളുണ്ട്. അതിനകത്ത് വില 1 പൗണ്ട്. എന്തിനാണ്? ലീഗലി അത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരെ നടന്നിട്ടുണ്ട്. എന്നാലും അല്ലാത്ത ഒത്തിരി സ്ഥാപനങ്ങൾ പോകുന്നുമുണ്ട്. ഏതായാലും ഒരു ഭയങ്കര സങ്കടമാണത്. എന്തുകൊണ്ടാണ്? പള്ളികൾ വേണം. ഇവിടെ പള്ളി ഉണ്ടെങ്കിലേ ആളുകൾ ഒന്നിച്ച് വരത്തുള്ളൂ. ഒന്നിച്ച് വരാനും കൂടാനും. നമ്മൾ ഉണർവുണ്ടാകുമ്പോൾ ഹൗസ് ചർച്ചസിൽ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പക്ഷേ അപ്പോഴും ഒന്നിച്ച് കൂടാൻ എന്ത് വേണം? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സ്ഥാപനം, ഒരു ആലയങ്ങൾ വേണം. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത, അവർ ഭയങ്കര ഈ സാഹസികമായിട്ട് കുടിയേറ്റം ചെയ്യുന്നവരാ. നിങ്ങൾ കണ്ണൂരോ കാസർഗോഡോ മലബാറോ അങ്ങനെ മംഗലാപുരമോ മൈസൂറോ ഒക്കെ ചെന്നാൽ ഒത്തിരി പേരെ കാണാം. അവരോടൊക്കെ നമ്മൾ സംസാരിക്കും, പറയും എവിടുന്ന് വന്നതാ? പാല, കാഞ്ഞിരപ്പള്ളി, മൂവാറ്റുപുഴ, റാന്നി, കോന്നി എന്നൊക്കെ വന്നതാ, കുടിയേറി പോകുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഒരാൾ ചെന്ന് നല്ല മണ്ണാന്ന് കണ്ട സഹോദരന്മാരോട് പറയും, വാടാന്ന് പറയും. അങ്ങനെ കുറേ കസിൻസും കൊണ്ടുപോകും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഓഫീസിലൊരു ഒഴിവുണ്ടായാൽ പറയത്തില്ല, അവനെനിക്ക് പാരയായെങ്കിൽ എൻ്റെ രഹസ്യം വീട്ടിലറിഞ്ഞെങ്കിൽ എന്ന് വെച്ച് പറയാത്തവരും ഉണ്ട്. അതാണ് ഇപ്പോൾ പലരും പറയാറില്ല. പക്ഷേ പഴയ ആൾക്കാരങ്ങനെ കൊണ്ടുപോയി ഒരു 10 വീട് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്ന് എന്ത് പണിയും? പള്ളി പണി. എന്തിനാ പള്ളി പണിയെന്നറിയാമോ? പള്ളി പണിതാൽ അവിടെ നിന്ന് കുടിയേറ്റക്കാരല്ലേ, നാട്ടിൽ ആന ഇറങ്ങിയാൽ ആദ്യം അച്ഛൻ്റെ അവിടെയാണ് ചെല്ലുക. അച്ഛൻ കൂട്ടമണി അടിക്കുമ്പോൾ എല്ലാവരും പള്ളി ചെല്ലും. ആന ഇറങ്ങിയാലും പുലി ഇറങ്ങിയാലും ഉരുള് പൊട്ടിയാലും എവിടെ മണി അടിക്കുന്നത്? പള്ളിയിലാണ്. എല്ലാവരും പള്ളിയിൽ ചെല്ലും. പിന്നെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കാര്യാലോചനകളൊക്കെ നടക്കുക. എന്തിനാണ്? പള്ളി ഒരു യൂണിഫൈങ് ഫാക്ടറാണ്. പ്രത്യേകിച്ച് പള്ളിപ്പെരുന്നാളുകളൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക്കല്ലേ. എല്ലാ വർഷവും കെട്ടിച്ച് വിട്ടാലും പിള്ളേർ എവിടെ പോയാലും ചില സ്ഥലങ്ങളിൽ എവിടെ വരും? പള്ളി. അതെനിക്ക് ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം, ഈ കുന്നംകുളത്തെ ഒരു ഇതുണ്ട് പള്ളി. അവിടുത്തെ പെരുന്നാളിന് ഞങ്ങളുടെ ഒരു മോൻ അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവിടെ ഞങ്ങളെ ബന്ധുക്കാരെ ഉപദേശിയായി എന്നെ വരെ വന്ന് പ്രത്യേകം ക്ഷണിച്ചു, പാസ്റ്റർ വരണം പെരുന്നാളിന്. പോകാനൊക്കുമോ എങ്ങാണ്? എന്നാലും എനിക്ക് സന്തോഷം തോന്നി. അവർ വന്ന് ഞാൻ ചോദിച്ചു, അത് നിങ്ങളുടെ പെരുന്നാൾ? അല്ല, ഞങ്ങളുടെ ദേശത്തെ ഒരു പെരുന്നാളാണ്, എല്ലാവരും വരണം. ഇപ്പോൾ അല്ലേ കുന്നംകുളത്ത് ഭയങ്കര. അപ്പോൾ ഇതൊരു പെരുന്നാൾ, ഒരു നൊസ്റ്റാൾജിക്കാണ്. റാന്നി ഞങ്ങളുടെ ഭയങ്കര, അവിടെ പലയിടത്തും ഇതിങ്ങനെ റാലിയൊക്കെ വരത്തില്ലേ. ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന റാന്നിക്കാരിവിടെ ഇരിപ്പുണ്ട്, വിനീച്ചാനൊക്കെ. അപ്പോൾ റാന്നി വലിയ റാസ, ഭയങ്കര റാസയായിരുന്നു.
കാണേണ്ട റാസയായിരുന്നു, ഇങ്ങനെ അഴകുള്ള റാസയായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് അതിന് മുന്നിൽ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ അപ്പച്ചനായിരുന്നു, ഇന്നത്തെ ടി ജെ കുറിയാക്കോസ്. അദ്ദേഹം ഒരു ജീപ്പിൻ്റെ ബോണറ്റിൽ പടുതയൊക്കെ ഈ കരിമ്പടമൊക്കെ ഇട്ടിരുന്ന അതിൻ്റെ ചമ്പറം പടഞ്ഞിരുന്ന് രസകരമായി അനൗൺസ് ചെയ്യായിരുന്നു. നല്ല വാക്കുകൾ, ഭക്തി നിർഭരമായ റാസ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ അടിവെച്ച് മന്നം കടന്നു വരികയാണ്. അപ്പം ഞങ്ങൾ പറയും മുമ്പിൽ അടി വെച്ചു എന്ന് പറയുന്നത് പുറകിൽ അടിയാണ്. ഈ റാസയുടെ പുറകിൽ എന്തോ അടി നടക്കും. അതാണ് മുമ്പിൽ അനൗൺസ് ചെയ്യുന്നത്. ഇതാ തൊട്ട് പിന്നാലെ അടിവെച്ച് വരികയാണ് അല്ലേ. എല്ലാ റാസയ്ക്കും അടിയുണ്ട്, എല്ലാ റാസയ്ക്കും കുടിയുണ്ട്. അടിയും കുടിയും വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിലേ എന്താകത്തുള്ളൂ, റാസയാകത്തുള്ളൂ. എന്നാലും ഒരു കാര്യം, ഇതെല്ലാം ഒരു യൂണിഫൈങ് ഫാക്ടറാണ്. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് ആ ഫാക്ടർ പോയി, ഒരു യൂണിഫൈങ് ഫാക്ടർ പോയി. ആലയില്ല, അപ്പം കൂടി വരാൻ എന്തില്ല, ഒരു സ്ഥലമില്ല. അത് തന്നെയല്ല, യാഗം അർപ്പിക്കണ്ടേ, അതിന് സ്ഥലമില്ല. ഇനി എന്താ വഴി? ദൈവം പറഞ്ഞു, ഞാൻ ആലയം പണിയും. കോരശ് എന്ത് പണിയും? ആലയം പണിയും. നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. 3-ാം അധ്യായത്തിൽ അവർ ആലയം പണിയാൻ വേണ്ടി വന്നിട്ട് ഇടയ്ക്ക് അവർ താന്താന്തങ്ങളുടെ പട്ടണങ്ങളൊക്കെ പോയി പാർത്തെങ്കിലും വീണ്ടും ഒന്നിച്ചുകൂടി. അതാണ് ഒരുമനപ്പെട്ടു അവർ വന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എങ്ങനെ വന്നു? അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് പറഞ്ഞ് 7-ാം മാസത്തിൽ ജനം എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. ഇനിയും അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് നോക്കിയേ, ഒരുമനപ്പെട്ട് നിന്നു. കണ്ടോ, 9-ാം വാക്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് ഒരുമനപ്പെട്ട് നിന്നു. അപ്പോൾ ഒരു ആലയം പണിക്ക് വേണ്ടത് ഏറ്റവും വലിയ കാര്യം, ദൈവരാജ്യ നിർമ്മിതിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താ? ഒരുമനപ്പെട്ട് നിൽക്കണം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഏറ്റവും ആവശ്യമാണ് ഒരുമനപ്പെടുക എന്നുള്ള. എന്തിനാണ്? ഒരു കോമൺ കോസിന് വേണ്ടിയാണ് ഞാനത് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ 13 പറയുന്നു, നിങ്ങൾക്ക് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഗീത ഉപകരണങ്ങളുടെ ലോകത്താണ്. ഇവിടെ സംഗീതത്തിൻ്റെ ഉപകരണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓർത്തോണം, ഓർഗൻ വായിക്കുന്നവർ കാണും. ഇവിടെ ഇപ്പം ഓർഗനുണ്ട്, പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ ഓരോരുത്തരുടെയും ഓർഗൻ വായിക്കുന്ന ആളായിരിക്കത്തില്ല ഡ്രമ്മ് വായിക്കുന്നത്. ഡ്രമ്മെന്ന് പറയുമ്പോൾ ഇപ്പോൾ റിതംപാടൊക്കെ ഉണ്ട്. ശരിക്കും അത് വായിക്കുന്ന ഫീൽ ഉണ്ടാകണമെങ്കിൽ എന്തോ വേണം? മുഴുവൻ കൂടെ നിരത്തി വെക്കണ്ടേ. നിരത്തി വെച്ച് അടിക്കുന്ന അടിയൊക്കെ ഉണ്ടായി. ശിവമണി എന്നൊക്കെ പറഞ്ഞ ഒരു കലാകാരനുണ്ട്. അടിക്കുന്ന അടി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്നോ അടിക്കുന്നത്. അപ്പോൾ ഇവരുടെ കമ്പുകളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറുക്കൻ. കമ്പെല്ലാം കൂടെ ആകാശത്തൊക്കെ വലിച്ചെറിഞ്ഞ് പിടിച്ചടിക്കും. എപ്പോഴും ഓർത്തോണം, ഈ ഡ്രം അടിക്കുന്നവർ ശാന്തരായിരിക്കുമോ നല്ല വൈബ്രൻ്റ് ആയിരിക്കുമോ? വൈബ്രൻ്റ് ആയിരിക്കും. പൊതുവേ നമ്മൾ കൊച്ചിലെ കണ്ടിട്ടില്ലേ, പെൺപിള്ളേർ സാരി ഉടുത്ത് പൊട്ട് തൊട്ട് കുഞ്ഞിന് ബാബു വെക്കുമ്പോൾ ആൺപിള്ളേർ ബക്കറ്റെല്ലാം കൂടെ കമത്തി വെച്ചിട്ട് കമ്പിട്ട് എന്ത് ചെയ്യും? അടിക്കും. അപ്പോൾ ആൺപിള്ളേർ ഇച്ചിരി വൈബ്രൻ്റാണ്, പെൺപിള്ളേർ ശാന്തരാണ്. ഈ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ അവരുടെ സ്വഭാവം ഇതുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇത്രയും സ്വഭാവ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരുടെ ഹാർമണി ഉണ്ടാകുന്ന ഒറ്റ കാര്യം കൊണ്ട് അവർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങളുടെ പ്രോഗ്രാം എന്താകണം? നല്ലതാണ്. അതിനല്ലേ ഹാർമണി എന്ന് പറയുക. പക്ഷേ ഒരുത്തൻ ചിന്തിച്ചാൽ മതി, പാട്ട് എന്താക്കാം? കുളമാക്കാം. സ്കെയിൽ തെറ്റിച്ചാൽ മതി. ഈ സ്കെയിൽ തെറ്റിക്കുന്നവൻ്റെ പേരാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പൊന്നോ കൈത്താളം. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ചിലരുണ്ട് എല്ലാ കല്യാണത്തിനും എല്ലാം ചെയ്തിട്ട് ഇപ്പോഴില്ല. പണ്ട് ഈ അളിയന്മാർക്ക് വലിയ സ്ഥാപനം. പക്ഷേ അവസാനം ഈ അളിയനൊരു പിണങ്ങിപ്പോക്കുണ്ട്. ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ എല്ലാവരും കൂടെ ആരുടെ പുറകെ ചെല്ലും, അളിയൻ പോകലെന്ന് പറയും. അളിയനെ നിർത്താൻ ഒരു വഴിയുണ്ട്. ചേച്ചി വന്ന് പറഞ്ഞ് എന്നാൽ ചേട്ടൻ പോക്കോ, ഞാൻ പിന്നെ വന്നോളാം. അപ്പോൾ തന്നെ പുള്ളി ഓക്കെയാവും. പിന്നെ പുള്ളി അങ്ങനെ പോകാനാ. എന്നാലും എല്ലായിടത്തും ഒരു ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പൊന്ന് കൈത്താളം. നമ്മളവരെക്കുറിച്ച് നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, ശുദ്ധന. പക്ഷേ എന്തോ ചെയ്യും? ദുഷ്ടൻ്റെ ഫലം ചെയ്യും. ഇവരുടെ പേരാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം. അപ്പോൾ ഓർത്തോണേ, ഞങ്ങളതിന് പറയുന്നത് ഫീലിംഗ് മിനിസ്ട്രി ഉള്ളവരാണ്. കാരണം പാഷന്മാരുടെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എന്തോ മാറ്റാനാ? ഫീലിംഗ് മാറ്റാൻ പോകുന്ന മിനിസ്ട്രിയുടെ പേരെന്താ? ഫീലിംഗ് മിനിസ്ട്രിയിലാണ് ദൈവദാസന്മാരുടെ ഒത്തിരി സമയം പോകുന്നത്. കണ്ടില്ലേ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഫീലിംഗ് മിനിസ്ട്രിക്ക് ഒത്തിരി സമയം പോയാൽ നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ അവർ ആ കോമൺ കോസിന് വേണ്ടി എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. എല്ലാവരും പറഞ്ഞ് എങ്ങനെ നിന്നു? ഒന്നുകൂടെ പറഞ്ഞ് എങ്ങനെ നിന്നു?
ഒരുമനപ്പെട്ട് നിന്നിട്ട് അവർ എഴുന്നേറ്റു. അതല്ലേ രണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവർ എഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്തു? എഴുന്നേറ്റ്. 3, ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ. എപ്പോഴും ഓർത്തോണം, റിവൈവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിലല്ല. എന്ത് ചെയ്യണം? എഴുതിയിരിക്കുന്ന പോലാണ്. എന്താണ് എഴുതിയിരിക്കുക? പുറപ്പാട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണർവുണ്ടാകുമ്പോൾ ഉണ്ടായ സഭയുണ്ട്. അതാണ് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. അപ്പോൾ ഉണർവെന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എല്ലാവരും ആ വാക്യമൊന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പോലെ. നമുക്ക് നമ്മുടേതായ നിലകളിൽ പാനൊക്കെയോ ഇല്ല. എഴുതിയിരിക്കുന്ന പോലെ, ഉപദേശങ്ങൾ എഴുതിയിരിക്കുന്ന പോലെ. ചിലപ്പോൾ അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. അനുഭവങ്ങൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല? ഉപദേശങ്ങളാക്കാൻ പാടില്ല. നമ്മുടെ ഏക അടിസ്ഥാനം അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ക്യാൻ ബി വേരി. പക്ഷേ ഒരു കാര്യം, എഴുതിയിരിക്കുന്നത് പോലും മാത്രമേ പണിയാനൊക്കത്തുള്ളൂ. അങ്ങനെ അവർ എഴുതിയിരിക്കുന്ന പോലെ എന്ത് പണിതു? യാഗപീഠം പണിതു. എന്നിട്ട് പറയുകയാണ്, പണ്ടത്തെ നിലയിൽ എന്ത് ചെയ്തു? പണിതു. അങ്ങനെ നിയമപ്രകാരം പണിതു. അങ്ങനെ അവരെല്ലാവരും കൂടെ പണിയാണ്. ഈ പണി അവർ പണിയുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നു. 8-ാം വാക്യത്തിൽ എല്ലാവരും കൂടെ പണി തുടങ്ങി. കണ്ടോ? സെരുബ്ബാബേലും അങ്ങനെ വന്നിട്ട് അതിൻ്റെ ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ അതെല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. വന്നവർ ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. എല്ലാവരും കൂടെ എന്ത് തുടങ്ങി? പണി തുടങ്ങി. അപ്പം ദൈവത്തിൻ്റെ രാജ്യം പണിയണമെങ്കിൽ ആരെ വേണം? എല്ലാവരും. ഉറക്കെ പറഞ്ഞേ, ആര് വേണം? എല്ലാവരും വേണ്ടേ? എല്ലാവരും വേണം. എല്ലാവർക്കും ഒരു ജോലിയുണ്ട്. ഓരോ വിശ്വാസിക്കും ഒരു ജോലിയുണ്ട്, അല്ലേ? ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്. ഞാൻ വന്നപ്പോൾ എന്നെ റിസീവ് ചെയ്ത ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ക്രമീകരണമെല്ലാം ചെയ്തു. ഇവിടെ വന്നപ്പം ഒരു സഹോദരൻ കൊണ്ട് മൈക്ക് തന്നു. ഇതെല്ലാം ഒരാൾ വേണ്ടേ? അതുവരെ ഞാൻ ഇവർ പാട്ട് പാടി. അപ്പം ഇപ്പം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു. എങ്ങനെയാണേലും എല്ലാത്തിനും എന്ത് വേണം? എല്ലാവരും വേണം. ഓരോരുത്തർക്കും റോളുണ്ട്. അത് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. നമുക്കും ഒരു റോളുണ്ട്. എൻ്റെ സഭയിലെ ഒരു അച്ചായനുണ്ട്. ഞാൻ അച്ചായനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. എനിക്കിഷ്ടമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു വത്സൻ ചാൻ എന്നാണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്റർ, എനിക്ക് കർത്താവിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാനൊക്കും? അച്ചാൻ എന്നോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാനൊക്കും എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, അച്ചാൻ എന്ത് ചെയ്യാം? അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ചായ അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടിക്കാമോ? അടിക്കാം. ഞാൻ പെട്ടെന്ന് രാവിലെ എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുത്തു. ഞായറാഴ്ച രാവിലെ ഒരു 5-5:30 ആകുമ്പം പുള്ളി വരും. തുടങ്ങും ചായ അടി. 1000-2000 ചായ അടിക്കും. കൈ ഇങ്ങനെ പൊങ്ങത്തില്ലേ, ഒരം പോകും. ഇന്ന് പണിയാ. എന്നാലും പുള്ളി സന്തോഷത്തോടെ രാവിലെയൊക്കെ വന്ന് എല്ലാവരും എന്തോ സന്തോഷത്തോടെ പറയുന്നറിയാം, അച്ചായ നല്ല കടുപ്പം കൂട്ടി മധുരം കുറച്ച് ഒരു സ്ട്രോങ് ഇങ്ങനെ തന്നേക്കാനൊക്കെ പറയുമ്പോൾ വീട്ടിൽ പറയാനൊക്കത്തില്ലല്ലോ. വീട്ടിൽ കിട്ടുന്ന കുടിക്കാനല്ലേ ഒക്കെ. പുള്ളി ചോദിച്ച് കാപ്പിയാണോ ചായയാണോ എന്നൊക്കെ ചോദിച്ച് കുടിക്കും. ഒറ്റ കണ്ടീഷനേ പുള്ളി പറയത്തുള്ളൂ. യോഗം കൺവെൻഷനൊക്കെ നടക്കുമ്പം പുള്ളിയുടെ അവിടെ ഒരു മൈക്ക് വെച്ചേക്കണം, ബോക്സ്. കാരണം പുള്ളിക്ക് പ്രസംഗം എന്ത് ചെയ്യണം? കേൾക്കണം. അത്രേ ഉള്ളൂ പുള്ളിയുടെ ഡിമാൻഡ്. എന്നാലും നല്ല രസം. ഇടയ്ക്ക് ആരാണ്ട് അത് വീഡിയോ എടുത്തു. ഒരു പാട്ട് നടക്കുമ്പോൾ പുള്ളി അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ചായ അടിക്കുന്നത്. ഭയങ്കര ആരാധിച്ച്. അത് എന്തൊരു ചായ എന്നറിയാം. എന്നാലും ചായ കുടിക്കുന്ന ഒരു സുഖമല്ലേ രാവിലെ വരുമ്പോൾ. അപ്പം അതിനും ദൈവത്തിന് ആര് വേണം? ആളെ വേണം. ഞങ്ങളുടെ ചർച്ചിലെ വണ്ടി ഓടിച്ച മുഴുവൻ പിള്ളേരും ബിടെക്കുകാർ പിള്ളേരോടെല്ലാം ഞാൻ പറയും, കുറച്ചാൾ വണ്ടി ഓടിച്ചോ പിന്നെ കയറ്റിവിടാം. അങ്ങനെ ഒത്തിരി പേര് കയറിപ്പോയി. ചില അതിലും നല്ലതായിട്ടൊന്ന് നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡായി. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് എല്ലാവരും കൂടാണ് എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. പിന്നെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇരുന്ന് തന്നില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ പ്രസംഗിക്കും? ആളുവല്ല കല്ലുവല്ല. ഇരുന്ന് തന്ന നിങ്ങൾക്ക് പ്രത്യേകം വാഴ്വ്. അല്ലെങ്കിൽ എന്തോ നടന്നേനെ, എങ്ങനെ നടന്നേനെ. അപ്പം ഇരുന്ന് തന്നവർ കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് അതും വലിയൊരു കാര്യമല്ലേ. ഇനി ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒന്ന് ചിരിച്ച് കാണിക്കുന്നത്. വരുമ്പോൾ ഒന്ന് ചെയ്യാം, നല്ലൊരു ചിരി ചെയ്യാം. അതിന് ചിരിക്കാൻ ഒക്കുന്നത് ചെറിയ കാര്യമാണ്. ഒരു പുതുതായിട്ടൊരാളെ വന്നാൽ ഒന്ന് ചിരിച്ച് കാണിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മുഖം വീർപ്പിച്ച് കാണിക്കരുത്. കാരണം പിന്നെ രണ്ടാമത് എന്താ പേരെന്നൊന്ന് ചോദിച്ചാൽ വല്ലതും പറ്റുമോ? എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഹിന്ദി അറിയാവുന്ന ഒത്തിരി പേര് ഞങ്ങളുടെ ഹിന്ദി ചർച്ചിലെ ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ആപ് കൈസേന്നൊന്ന് ചോദിച്ചാൽ എന്തോ പറ്റും? ആപ് കൈസേന്ന് ചോദിച്ചാൽ ജയ് മസി ആപ് കൈസേന്ന് ചോദിച്ചാൽ വല്ലതും പറ്റുമോ? ഇല്ല. അത് ഈ മലയാളിയുടെ ഒരു പ്രശ്നമാണ്. ഹിന്ദിക്കാരൻ പാവം ബംഗാളി ആണെങ്കിലും ആപ് കൈസേന്ന് ചോദിച്ചാൽ അവനെന്തോ പറയും?
അല്ല ആപ് കൈസേന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയും? അച്ചായി എന്ന് പറയും അല്ലേ? ടീക്ക് അച്ചായി അങ്ങനല്ലേ പറയുക. ഇനി പോട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും ഹൗവാറി എന്ന് ചോദിച്ചാൽ അവരെന്താ പറയും? ഫൈൻ എന്ന് പറയും. തമിഴിനോട് എപ്പടി ഇരിക്കുകയെന്ന് ചോദിച്ചാൽ എന്താ പറയും? നല്ല ഇരിക്കെ. എനിക്ക് എറണാകുളത്തെ അറിയത്തില്ല, ഞങ്ങളുടെ റാന്നിക്കാരോട് എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും ലോകത്ത് ഒന്നുമില്ലെന്ന് പറയുന്ന ഒറ്റ കൂട്ടർ ആരേ ഉള്ളൂ? ഇനി മടക്കോട്ടൊക്കെ പോയാൽ നല്ല ഇരിക്കുമെന്ന് പറയും. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ യോഗം കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ എന്തോ ഉണ്ട്, എന്തോ പറയാനാ, ഒന്നുമില്ലെന്ന് പറയുന്ന ഒറ്റ കൂട്ടരുണ്ടെങ്കിൽ ആരാ? പക്ഷേ അതുകൊണ്ട് നമ്മൾ ആരോടും എന്ത് ചെയ്യണം? ഒരു മിണ്ടുന്ന മിനിസ്ട്രി ഉണ്ട്, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. എന്തുകൊണ്ട് എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ. കാരണം അതിനൊരു കാര്യമുണ്ട്, നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ. ചത്ത മിണ്ടാനൊക്കത്തില്ലല്ലോ. ചത്തവർ മിണ്ടിയ എന്തോ ചെയ്യും? എനിക്ക് നടന്നൊരു സംഭവം അറിയാം, നടന്നതാണത്, കഥയല്ല, കഥയായിട്ട് പറയാം. നടന്ന 2 സംഭവങ്ങൾ. എനിക്കറിയാവുന്ന ഒരു അച്ചായൻ നല്ലപോലെ അടിക്കുമായിരുന്നു, പക്ഷേ അടി നിർത്തി. പിന്നെയും നല്ല വീശി തുടങ്ങി. അവസാനം കല്ലറയിലായി കിടപ്പ്. അവിടെ ഒരു വലിയ കല്ലറ സമുച്ചയത്തിൻ്റെ ഇടയ്ക്കൂടെ വെളുപ്പാൻ കാലത്ത്, നേരം വന്നില്ല, ആളെ കാണത്തില്ല, ഒരു മനുഷ്യൻ കയറിപ്പോയി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. കയറിപ്പോയപ്പോൾ ഈ മനുഷ്യനുണ്ടല്ലോ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ചുമച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പേടിച്ചു. ഇയാൾ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. ഈ പോയ ആൾ അപ്പോഴേ ഫ്ലാറ്റായി. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതാ, അത് പുറത്തിറങ്ങിയാന്ന് പറഞ്ഞു. ഫ്ലാറ്റാകുമോ? ഫ്ലാറ്റാകും. ഇനി രണ്ടാമതൊരു സംഭവം, കോവിഡിൻ്റെ ഭയാനകമായ നിശബ്ദതയുടെ കാലത്ത് ഞങ്ങളുടെ അവിടെ ഉള്ളൊരു സെമിത്തേരി ഇച്ചിരി ഉള്ളിൽ, അവിടുത്തെ കുറിച്ചൊരു വാർത്ത വരുന്നു. ആ പൊതുശ്മശാല മൊത്തം സെമിത്തേരികളാണ്, അതുവഴി പോകുന്നവരെ എല്ലാം ഒരാൾ വിളിക്കുകയാണ്. അത് ഭയങ്കര വാർത്തയായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജെയിംസ് പാസ്റ്റർ. പുള്ളി മരിച്ചുപോയി. പുള്ളി ഭയങ്കര ധീരനായ ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഇത് കേട്ടിട്ട് പ്രാർത്ഥിച്ച് ബന്ധിക്കാൻ ശവത്തേരി കയറിപ്പോയി. ബന്ധിക്കാൻ സെമിത്തേരി ചെന്ന പുള്ളി ബൈക്കൊക്കെ വെച്ച് രക്തം ജയം പറഞ്ഞ് കയറി ചെന്നപ്പോൾ ഈ റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുക. റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോൾ എന്തോ കേൾക്കും? അതാ കേട്ടത്. അതാണ് എല്ലാവരും പറഞ്ഞത്, സെമിത്തേരിൽ നിന്ന് എന്ത് ചെയ്യുക, വിളിക്കുക. അപ്പോൾ ഒരു കാര്യം ഓർത്തോളം, നമുക്ക് മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മരിച്ചവരും ആരും ദൈവത്തെ എന്ത് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു മിനിസ്ട്രി ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് എന്ത് ചെയ്യാം? ഒന്ന് മിണ്ടിക്ക്, ഒന്ന് മുഖത്തൊക്കെ നോക്കി എന്തുകൊണ്ട് സുഖമാണെന്നൊക്കെയും ചോദിക്കണം. ഒരു 5-6 പേരോട് മിണ്ടിയിട്ട് എന്ത് ചെയ്യാവും? പോകാവും. എന്നാ കാര്യം ചോദിച്ചാൽ 5-6 പേരോട് മിണ്ടാത്തവർ ഒരിക്കലും യോഗത്തിന് വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മിണ്ടണ്ടേ, സംസാരിക്കണം. അപ്പോൾ അവിടെ പറയുകയാണ്, എല്ലാവരും കൂടാണ് എന്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒരു റോളുണ്ട്. അത് വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞ്. എനിക്കും ദൈവരാജ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവം എല്ലാവരെയും വലുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തിബരിയാസ് കടലിൽ മീൻ പിടിച്ചപ്പോൾ 153 എങ്ങനത്തെ മീനാണ്? വലിയ മീൻ. ഒരു വലിയ മീൻ എന്ന് പറയുമ്പോൾ ഏതായാലും ഒരുപോലല്ല, ഏതായാലും അതിനെ വ്യാഖ്യാനിക്കുന്ന തിബരിയാസ് കടലിലുള്ള മുഴുവൻ മീനിൻ്റെ ഓരോ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഏതായാലും എല്ലാം ഒരുപോലെ ആയിരിക്കുമോ? അല്ല. പക്ഷേ ഏറ്റവും ചെറുതിനെയും ദൈവം കണ്ടത് എന്തായിട്ടാണ്? വലുതായിട്ടാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി ചെറിയ ആളും വലിയ ആളും, ചെറിയ കാര്യവും വലിയ കാര്യവും എല്ലാം ഒരുപോലാണ്, എല്ലാം വലുതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനൊക്കുന്നതെല്ലാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? പണി തുടങ്ങി. 20 വയസ്സ് മുതൽ മേപ്പോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു. ഇനിയും അടുത്ത വാക്യം കണ്ട് ഒരുമനപ്പെട്ട് നിന്ന് പണിതു. അതാണ് 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്കെന്താ? ഒരുമനപ്പെട്ട് നിന്നു. ഇനിയും 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യം, പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. കൈത്താളങ്ങളോടും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഞാൻ ആ വാക്കിനെ ഒന്ന് അടർത്തിയെടുത്ത് പറയുക. എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഒന്നുകൂടെ പറഞ്ഞ്, എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഇനി രണ്ടാമത് നമുക്കൊരു വലിയ ജോലിയുണ്ട്. എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞ്, എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഞാൻ നമുക്കെല്ലാവരെയും കൂടെ നിർത്താൻ കഴിയണം. ഇനിയും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ ഈ പണി നടക്കത്തുള്ളൂ. എല്ലാവരെയും കൂടെ നിർത്തണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ റെസ്പെക്റ്റോടാണ് പറയുന്നത്. പാട്ടുകാർ, ഞാനിപ്പം 11:30 വരെ ആയപ്പോഴാണ് ഇവിടെ വർഷിപ്പ് തീരുക. എന്നോട് പറഞ്ഞിരുന്നു 10 മിനിറ്റ് ലേറ്റായി, വന്ന് റെഡിയായി വരാൻ.
എനിക്കൊരു ഹോസ്പിറ്റൽ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഒത്തിരി ലേറ്റായിപ്പോൾ വന്ന വഴിക്കായിരുന്നു. അപ്പോൾ എനിവേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ 10 മിനിറ്റ് താമസിച്ചാൽ ഇത് ചവിട്ടി നീട്ടേണ്ടതാരാ? ചവിട്ടി നീട്ടേണ്ടതാരാ? പാട്ടുകാരാണ്. പാട്ടുകാർ വലിയും നിന്ന്. അന്നേരം ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, കാസറ്റ് വലിയാണ്. അവർ ഞാൻ താമസിക്കുമ്പോൾ പൗരുഷൻ എന്ന് പറയും, പക്ഷേ പെട്ടെന്ന് വലിയാൻ തുടങ്ങിയെന്ന് പറയും. കാരണം എന്നാലും ചവിട്ടി പിടിക്കാൻ ഇവർ വേണ്ടേ? ചവിട്ടിപ്പിടി. എന്നോട് ഒരു വട്ടം ഈ പാട്ടുകാരെ എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ ഒരു മുന്നോട്ട് പറഞ്ഞു, പാസ്റ്റർ എത്ര വന്നേ? ഞാൻ പറഞ്ഞു 7:30 വന്നേ. ഞാൻ ഇച്ചിരി നേരത്തെ വന്നപ്പം പാസ്റ്റർമാർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇരുന്നോ, സമയമാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി. നിങ്ങൾ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ 4 മണിയായപ്പം തുടങ്ങിയതാണ്. നിങ്ങൾ വന്നപ്പോൾ ഒന്ന് വെള്ളം കുടിക്കാൻ പോയതിനാണോ ഈ പള്ളു പറഞ്ഞെന്ന് ചോദിച്ചു. സത്യമല്ലേ? ചവിട്ടിപ്പിടിക്കണേ അവർ വേണ്ടേ? അവരില്ലേ നമ്മളെന്തോ ചെയ്തേനെ. കാരണം എനിക്ക് ഈ സ്കെയിൽ അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ? മരിച്ചുപോയ ബിജു കർഗിൽ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഗിറ്റാറിസ്റ്റ്. അപ്പോൾ ഒരു വട്ടം എന്നോട് പറഞ്ഞ്, പ്രിൻസേ ഇങ്ങനൊന്നും പോരാ, നിനക്ക് വല്ലതൊക്കെ അറിയാവുന്ന എല്ലാവർക്കും തോന്നണം. ഞാൻ ചോദിച്ചു എന്തോ ചെയ്യണം? നീ ഏത് പാട്ടാ പാടുന്നു പറഞ്ഞാൽ ഞാൻ നിന്നെ സ്കെയിൽ പഠിപ്പിക്കാം. അങ്ങനെ ഏത് പാട്ടാന്ന് പറയും. പുള്ളി എന്നോട് പറയും F മേജർ, D മൈനർ. അപ്പം ഞാനിത് കഴിയുമ്പോൾ പുള്ളി പറയും D മേജർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർത്ത് എനിക്ക് ഏതാണ്ട് അറിയാവുന്ന. എനിക്കൊന്ന് അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഈ D മേജറും F മേജറും എന്ന് പറഞ്ഞാൽ അറിയാമായിട്ടൊന്നും അല്ല, ചോദിച്ച് ആയിരിക്കാം, അറിയത്തില്ല. ഏതായാലും അവർ വേണ്ടേ? വേണം. എല്ലാത്തിനും ആൾ വേണം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞു, റീജിയണൽ കൺവെൻഷനാണ്. 10,000 പേര് കഴിച്ചിട്ട് പോയി. അപ്പം തന്നെ വേസ്റ്റ് എന്തോരം കാണും. അങ്ങനെ ഒരാഴ്ചത്തെ പരിപാടി. നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറല്ല, അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി എന്തോ ചെയ്യും? എല്ലാം അതിൻ്റെ കൂടെ മഴയും പെയ്ത് ഇതെല്ലാം വെട്ടി കോരി കൊണ്ടുപോവുക. ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് അത് ഡംപ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പം വണ്ടിയിൽ നിന്ന് ഇത് മറിഞ്ഞു പോയി അതിൻ്റെ ഡബ്ബ. ഈ പിള്ളേർ റോഡിൽ നിന്ന് അത് വാരി. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ പിള്ളേരെക്കുറിച്ച്, കുറച്ച് ലോക്കൽ പിള്ളേരാണ്, പാവം പിള്ളേരാണ്, അവരിച്ചിരി മുടിയൊക്കെ വളർത്തുന്നൊക്കെ ഉള്ളൂ. എന്നാൽ അവരെക്കുറിച്ച് ഒരു ആക്ഷേപം എല്ലാവരും പറഞ്ഞു, ഇവർ ആത്മാവിനാൽ പണിയപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. വചനത്താലും ആത്മാവിനാലും എന്ത് ചെയ്തിട്ടില്ല? പണിയപ്പെടാത്ത പിള്ളേരാണ്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടിട്ട് അവരെ നാറിപ്പുഴുത്ത്, എൻ്റെ ഭയമേ, അവരെ അളിഞ്ഞ് വന്ന് എൻ്റെ മൊത്തം വേസ്റ്റ് കാവം പിടിച്ച പിള്ളേർ മഴ നനഞ്ഞത് കൊണ്ടുവന്നിട്ട് ഒരുത്തൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, പാസ്റ്ററേ, ആത്മാവിനാൽ പണിയപ്പെട്ട ഒറ്റയാളെ വേസ്റ്റ് വാരാൻ കിട്ടുമോ ചോദിച്ചു. ആത്മാവിനാൽ പണിയപ്പെട്ട ഒരൊറ്റയാളെ വേസ്റ്റ് വാരാൻ കിട്ടുമെങ്കിൽ ഞാനൊരു 3 തലമുറയായിട്ട് ശുശ്രൂഷ അടക്കം ചെയ്യുന്ന ഒരാളാണ്. വിനയപ്പെട്ട് പറയാം, കിട്ടുമോ? ഇല്ല. പോസ്റ്റ് ഒട്ടിക്കാൻ പോകണമെങ്കിലും രാത്രിയിൽ ഫ്ലെക്സ് വെക്കാൻ പോകണമെങ്കിലും ആര് വേണം? ഇവരെ ഉണ്ടല്ലേ വരത്തുള്ളൂ. പണിയപ്പെട്ട ആരെങ്കിലും അവരന്നേരം 3 കൂർക്കം വലിക്കും. അപ്പം എല്ലാവരും വേണം. എല്ലാവരെയും എന്തോ ചെയ്യണം? എല്ലാവരെയും എന്തോ ചെയ്യണം? കൂടെ നിർത്തണം. ഇത് ഭയങ്കര ഒരു മിനിസ്ട്രിയാണ്. ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളൊരു മിനിസ്ട്രി. ഒരാൾ തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞാലും അവരെ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. കൂടെ നിർത്തിയാൽ ശരിയാകാത്ത ആരുമില്ല. അപ്പോൾ ഏറ്റവും വലിയ മിനിസ്ട്രി എന്താ? കൂടെ നിർത്തുന്ന. ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ ഒരു നിങ്ങൾ എന്താണ് പറയുക, നമുക്ക് ആശയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും, വിയോജിക്കും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആവശ്യമല്ലേ. എന്നാൽ എൻ്റെ ഒരു അനുഭവം, ഈ ചില പിള്ളേരുണ്ട്, പാവം പിടിച്ച പെൺപിള്ളേർ, നല്ല മിടുക്കരാണ്, വന്നിരുന്ന് വേദോസ്തം വായിക്കും, ഒച്ചത്തി വായിക്കും, മുടിയെല്ലാം നല്ല സ്ലിറ്റ് പോലും ഇല്ലാത്ത ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പോൾ എല്ലാവരും പറയും ഇവളെ കണ്ട് പഠിക്കാൻ. അതിനിടയ്ക്ക് ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ഓരോന്ന് കാണും. അപ്പോൾ അമ്മമാർ പറയും ഇതിൻ്റെ മട്ട് കണ്ടോ, ഇതിനെയൊക്കെ വളർത്തുദോഷം ഒരുത്തൻ ഇതിനോട് മിണ്ടിപ്പോയേക്കാരെന്ന് പറയും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന എല്ലാം ശരിയാകും. അതിങ്ങനെ മുട്ടിയും തട്ടി എങ്ങും ഒട്ടാതെ പോയി നല്ല കല്യാണം കഴിച്ച് 3-4 പിള്ളേരും ഉണ്ടായി സമാധാനമായിട്ട് ജയിക്കും. പലപ്പോഴും കല ഉടച്ചത്. അപ്പം നമ്മൾ അറിയാതെ നെഞ്ചത്തടിച്ച് പറഞ്ഞു, മിണ്ടാപ്പൂച്ച, സത്യമല്ലേ? ഒരു കാര്യം ഓർത്തോണം, നമ്മൾ മോശമെന്ന് പറഞ്ഞ് പലതും ശരിയായില്ലേ? എന്താ കാര്യം? അവരുടെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു, ആരോ ഒരാൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. ദൈവമേ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഈ കയ്യിലൊന്ന് നോക്കിക്കേ, കയ്യിൽ നോക്കിയിട്ട് പറ, ഈ കൈ എന്ത് കൈയായിരിക്കണം? ചേർത്ത് പിടിക്കുന്ന കൈയായിരിക്കണം. ഈ കൈ എന്തായിരിക്കണം?
തള്ളി മാറ്റുന്ന കൈ ആകരുത്, പിന്നെ എന്താകണം? ചേർത്ത് പിടിക്കുന്നതായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, തള്ളി മാറ്റുന്ന കൈ ആകരുത്, പിന്നെ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, തള്ളി മാറ്റുന്ന ചേർത്ത് പിടിക്കുന്ന കൈയാകണം. വേണ്ടേ? എനിക്കറിയാവുന്ന ഒരു സഹോദരനെ വല്ലാത്ത ഒരനുഭവത്തിൽ ജയിൽവാസം അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ വല്ലാത്തൊരനുഭവമായിരുന്നു. ചുരുക്കത്തിൽ ആ മകൻ്റെ അമ്മ മരിച്ചപ്പോൾ പള്ളിയിലെ അച്ഛൻ, അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അച്ഛൻ പറഞ്ഞു ഇവൻ അമ്മയുടെ മുഖം മൂടിയാൽ ഞാൻ ശുശ്രൂഷ നടത്തത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഇവൻ വാശി പിടിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു മിണ്ടരുത്, കാരണം അവനിങ്ങനെ അങ്ങ് വഴുതി മാറിപ്പോയി, ഒത്തിരി ജീവിതത്തിൽ അപജയങ്ങളൊക്കെ വന്ന ഒരാൾ. അപ്പം അച്ഛൻ നിർബന്ധം പറഞ്ഞ് ഇവൻ മുഖം മൂടാനൊക്കത്തില്ല, ഒറ്റ മോനേ ഉള്ളൂ, ആണുങ്ങളാണെന്നല്ല ആൺപിള്ളേരാണെന്നല്ല മുഖം മൂടണ്ട, അതാണ് നമ്മുടെ ഒരു നാടിൻ്റെ കൾച്ചർ. ചുരുക്കത്തിൽ മൂടിച്ചില്ല, അത് അവൻ്റെ അകത്തൊരു മുറിവായിരുന്നു. അങ്ങനെ ആ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തെന്ന് പറയത്തില്ല, പക്ഷേ എൻ്റെ അമ്മ മരിച്ചപ്പോൾ മുഖം മൂടാൻ നേരത്ത് ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ മുഖം മൂടാൻ ഒത്തിരില്ലോ, വന്നാട്ട് എൻ്റെ അമ്മയുടെ മുഖം മൂടിക്കൊള്ളാൻ പറഞ്ഞു. അവനോട് കൂടിയാണ് എൻ്റെ അമ്മയുടെ മുഖം മൂടി. പക്ഷേ ഇന്ന് ഏതായാലും സന്തോഷമായിട്ട് ഒരു നല്ല പാശ്ചാത്യ രാജ്യത്ത് കുടുംബസ്ഥരായിട്ട് സമാധാനമായിട്ടിരിപ്പുണ്ട്. 1-2 വർഷമല്ല, വർഷങ്ങൾ ചേർത്ത് പിടിച്ചാലേ ചിലത് ശരിയാകത്തുള്ളൂ. പക്ഷേ കർത്താവെ, മരിക്കുന്നതിന് മുമ്പ് ഈ ആയുസിൽ കുറേ പേരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൃപ തരണമേന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ചിലപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ഒരാളെയെങ്കിലും ഈ ആയുസിൽ ഒന്ന് ഉടഞ്ഞു പോയവനെയും, ഒന്ന് വഴുതിപ്പോയവനെയും, ഒന്ന് കുടം പൊട്ടിപ്പോയവനെയും, വക്കൊടഞ്ഞവനെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. അവിടെ ചിലപ്പോൾ നമ്മുടെ ഒരു ടിപ്പിക്കൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ചേർത്ത് പിടിക്കുന്നവനും കൂടെ നിർത്തുന്നവനുമേ ദൈവം കരങ്ങളാകാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവെ, എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് ചേർത്ത് പിടിക്കുന്നവരാകുക. അവരെന്ത് ചെയ്തു? കൂടെ നിർത്തി. പറഞ്ഞേ, എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഒന്നുകൂടെ പറഞ്ഞേ, എന്ത് ചെയ്തു? കൂടെ നിർത്തി. നല്ല സൗണ്ട് സിസ്റ്റമാണ്, നല്ലപോലെ സൗണ്ടാകും. പക്ഷേ സത്യത്തിൽ ഈ സൗണ്ട് സിസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്കറിയാമോ? ഇല്ല, അതിനൊരാൾ വേണ്ടേ. എൻ്റെ ചർച്ചിലെ ഒരു മോൻ സൗണ്ട് സിസ്റ്റം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹൗളായി കൂടിപ്പോയി. ഒരാൾ സ്ഥിരം ചെന്ന് അവരോട് വഴക്കുണ്ടാക്കും. എന്തുവാടാ ഇതെന്നൊക്കെ ചോദിച്ചു. ഒരു ദിവസം അവനങ്ങ് ബഹളം വെച്ചു. അവൻ പറഞ്ഞു, കുറേ നേരമുണ്ട് എന്നും എൻ്റെ തലമണ്ട കയറുക. ഈ പുള്ളി അവനെ കയ്യെ പിടിച്ച് താൻ ഇവിടെ ഇരിക്കുക ചെയ്യാൻ പറഞ്ഞു. പുള്ളി അപ്പം മര്യാദ, എടാ എനിക്കിത് അറിയത്തില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കും ഇതറിയത്തില്ല, പിന്നെ ഇത് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ തിരിക്കുക, ഇതെന്ത് ചെയ്യുക, പഠിക്കുക, എനിക്കും ഇതറിയത്തില്ല. എന്നാലും ഇത് തിരിക്കാൻ ഒരാൾ വേണ്ടേ. ചിലപ്പോൾ ഒന്ന് ഹൗൾ ചെയ്തെന്ന് വരും, പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതെന്താകും? ശരിയാവും. അപ്പോൾ എപ്പോഴും ഓർത്തോണം, അതിനും വേണം ഒരാൾ. എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞേ, എല്ലാവരെയും എന്ത് ചെയ്യണം? ഒന്നുകൂടെ വാക്കെന്ന് പറഞ്ഞ് തള്ളി മാറ്റരുത്. എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ചേർത്ത്. അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചെന്ന് പറഞ്ഞ് ആരെയും തള്ളി മാറ്റരുത്. എന്തോ ചെയ്തോണം? ചേർത്ത് പിടിച്ചാണ്. തള്ളി മാറ്റരുത്. എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല. നമ്മൾ കാണത്തില്ല. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കണ്ട എൻ്റെ കർത്താവ് ഇന്ന് എന്താണെന്നല്ല നോക്കുക, നാളെ എന്തായിരിക്കുമെന്ന് കാണുന്നത്. ഏതൊരു വ്യക്തിയിലും അവൻ നാളെ ആരാകുമെന്ന് ഒരു വലിയ കാഴ്ചയുള്ള, വലിയ പ്രതീക്ഷയുള്ള, വലിയ പ്രത്യാശയുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തൊരു പദ്ധതി നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിനുണ്ടെന്ന് മറക്കരുത്. അത് കാണുന്ന ദൈവം ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. അപ്പോൾ എല്ലാവരെയും എന്ത് ചെയ്യുക? കൂടെ നിർത്തുക. അങ്ങനെ അവരെ കൂടെ നിന്ന് നിർത്തി ഒരുമനപ്പെട്ട് പണിയുകയാണ്. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു. 15-ാം വാക്യം. അങ്ങനെ അവർ ഗാനപ്രതിഗാനമായിട്ട് പാടി യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞ് ഇട്ടതുകൊണ്ട് അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? ഇനി 10-ാം വാക്യം. 10-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യം. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ. 2 അവിടെ കാണുന്നു, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം കെട്ടതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് അടിസ്ഥാനം ഇട്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് മുമ്പോട്ട് പോകുമ്പോൾ പണി മുടങ്ങിക്കിടന്നു. 16 വർഷം മുടങ്ങിക്കിടന്നപ്പോൾ ഇവർ രാജാവിന് കത്തയക്കുമ്പോൾ പറയുന്നുണ്ട്, ശേഷ്ബശർ ആണ് അടിസ്ഥാനം ഇട്ടെന്ന് പറയുന്നുണ്ട്. ശേഷ്ബശർ. പക്ഷേ ഇവിടെ ആ പേര് പറയുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ?
പറയുന്നില്ല, കാരണം പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ്. ശേഷ് ബഷർ എന്നുള്ളൊരു പേര് പിന്നെ പറയുന്നുണ്ട് ഒറ്റയിടത്ത്. പക്ഷെ മെയിൻ അക്കൗണ്ടിലെല്ലാം ആരാണ് അടിസ്ഥാനം ഇട്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം ദൈവരാജ്യ നിർമ്മിതിയിൽ വ്യക്തിയില്ല, നമ്മളേ ഉള്ളൂ. ദൈവരാജ്യ നിർമ്മിതിയിൽ ഒരാളല്ല, പിന്നെ ആരാ? എല്ലാവരും കൂടെ പണിയുന്ന ആരാണ് അടിസ്ഥാനം ഇട്ടെന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ കണ്ട ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടമാണ്, നമ്മളാണ് അടിസ്ഥാനം ഇടുന്നതെങ്കിൽ എക്സ് ഓർ വൈ, ഞാൻ ഉൾപ്പെടെ എഴുതും, ഒരു സ്റ്റോണിൽ എഴുതി വെക്കും, ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ് ലൈഡ് ബൈ സോ ആൻഡ് സോ, പിന്നെ പ്രസൻസ്, പ്രിസൈഡഡ്, എല്ലാവരുടെയും പേര് വരും. ഈ കല്ലിടീലിൻ്റെ ഒരു കാലമായിരുന്നല്ലോ ഇലക്ഷന് മുമ്പ്, ഇനിയും വരും 5 വർഷം ആകുമ്പം പിന്നെ എന്തോ ഇടും, കല്ലിടും. കല്ലിടിൽ ബഹളമേ അവിടെ എല്ലാം എഴുതി വെക്കും, ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ്. എന്നിട്ട് ഇവരുടെ പേരെഴുതുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, ടാക്സിൻ്റെ പൈസയായത്. എന്നാലും കല്ലിടീൻ്റെ ബഹള നടക്കും. നമ്മുടെ ഒരു മന്ത്രി, പഴയ കഥ, അത് കഥയാണ്, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും. നമ്മുടെ ഒരു മന്ത്രി വിദേശയാത്രയ്ക്ക് പോയി. സത്യത്തിൽ വിദേശയാത്രയ്ക്ക് പോകുന്നത് എന്തിനാ? അവിടുത്തെ വികസനം പഠിക്കണം, ഇവിടെ എന്താക്കണം, നടപ്പാക്കണം. അങ്ങനെ അവർ പോയി. ഇപ്പോൾ UK ചെന്നപ്പോൾ അവിടുത്തെ മന്ത്രിയാണ് ഈ മന്ത്രിയെ ഹോസ്റ്റ് ചെയ്തത്. നല്ലൊരു വീടാണ്, കൊട്ടാരം പോലൊരു വീട്. കണ്ടപ്പം ചോദിച്ചു, എങ്ങനെ ഇത്രയും വലിയ വീട് പണിത്? അപ്പം മന്ത്രി പറഞ്ഞു, നോക്കിക്കേ. അവിടുത്തെ മന്ത്രി പറഞ്ഞു, നോക്കി കണ്ടോ, 6 കണ്ടു. 6ൻ്റെ മേളിൽ കൂടെ പാലം കണ്ടു. ആ പാലത്തിൻ്റെ ടെൻഡർ കൊടുത്തത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എൻ്റെ വകുപ്പിൽ നിന്ന്. അപ്പോൾ അവരെനിക്ക് 10% കമ്മീഷൻ തന്നു. ആ 10% കമ്മീഷനാണ് ഈ വീട്. മന്ത്രിക്ക് സന്തോഷമായി. തിരിച്ച് നാട്ടിൽ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മന്ത്രി ഇവിടെ വന്നപ്പോൾ ഈയുടെ വീട്ടിലാണ് ഹോസ്റ്റ് ചെയ്ത്. ഇവിടുത്തെ മന്ത്രി ആ മന്ത്രിയെ ഹോസ്റ്റ് ചെയ്ത്. പഴയ കഥയാണ്, വലിയ വീടാണ്. അപ്പോൾ ഈ അത്ഭുതപ്പെട്ട് നോക്കി, എങ്ങനെ ഈ വീട്? അപ്പം മന്ത്രി പറഞ്ഞു, അങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, 6 കണ്ടു. അവിടെ ഒരു പാലം കണ്ടോ? ഇല്ല. ഒന്നുകൂടെ നോക്കിയേ, ഇല്ല. അവിടെ കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലിട്ട പാലമാണ് ഈ വീട്. ആ കല്ലിട്ട പാലമാണ് ഈ വീട്. അപ്പോൾ ഇതാണ്, പണിയുന്നവരൊക്കെ പലയിടത്തും എന്തോ ഇടും, അടിസ്ഥാനം ഇടും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ എന്തിന് പേരില്ല? വ്യക്തിക്ക് പേരില്ല. എനിക്കിത് സങ്കടം തോന്നാൻ കാര്യമുണ്ട്. ഇന്ന് പലയിടത്തും ഈ വ്യക്തിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് എത്രത്തോളം ദൈവികമാണെന്നുള്ളതൊരു ചെറിയ സംശയം. കാരണം ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ്, ഒരു 10-20 വർഷമേ ആയുള്ളൂ, ഫോട്ടോ സംസ്കാരം വന്നിട്ട്. എല്ലാ കൺവെൻഷനും എന്തോ ഉണ്ട്, ഫോട്ടോ. ഞാൻ ഒരു ക്രിട്ടിക്കലാണെന്ന് പറയരുത്, ഞാനും നടത്തുന്ന ആളാണ്. എന്നാൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഫ്ലെക്സിൽ 21 പേരുടെ തല വെട്ടി ഒട്ടിക്കാൻ എന്തോ പാടെന്നറിയാം. അവസാനം ഈ തല മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ ആ ഫ്ലെക്സിൻ്റെ ഒരു വൃത്തിയുടെ നോക്കണം. എന്തോ ഒരു തല മാത്രം ഇങ്ങനെ ഇരിക്കും, ഓരോ തല മാത്രം വെട്ടി 21. അവർ ഈ എഡിറ്റ് ചെയ്യുന്ന പിള്ളേർ പറയും, പക്ഷേ ഇതെല്ലാം കൂടെ കയറ്റേണ്ട ആവശ്യം ഉണ്ടോ? പക്ഷേ ഒരാളെങ്കിലും വിടാനൊക്കൂ? ഇല്ല. എന്നാലും ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുമ്പം ഒരു വളവിന് ഞാൻ ഉറങ്ങിപ്പോയി. വണ്ടി ഓടിച്ച മോൻ വണ്ടി ഔട്ടിയിട്ട് പറഞ്ഞു, റിവേഴ്സ്. അച്ഛാ ഒന്ന് ഉണന്നേ, കണ്ടോ അച്ഛാ? ഞാൻ ചോദിച്ചു, എന്താടാ? നോക്കച്ചാ. നോക്കിയപ്പോൾ എന്നെ അന്നേലും അടിപൊളിയായിരുന്നു, സൂപ്പർ ഡിസൈനായിരുന്നു. ഒരു മരത്തിൽ ഞാൻ തന്നെ ഇരിക്കുക. അത് എൻ്റെ ഡിസൈനായിരുന്നു. എന്നെ ഫോട്ടോ ആയിരുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തവനെ ഞാൻ നമിച്ചിരിക്കുന്നു, ഭയങ്കര ഫോട്ടോയാണ്. പക്ഷേ എൻ്റെ അകത്തൊരു പേടിയാണ് തോന്നിയത്. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ആരാ? മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ആരാ? ശാപിക്കപ്പെട്ടവന്. ഭയങ്കര. ഈ അടുത്തിടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ച് വഴക്കുണ്ടാക്കി കേട്ടോ. എന്തിനാണെന്നറിയാമോ? ആ ഫോട്ടോ എന്തിനാണ് ഇട്ടെന്ന് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വേറെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഫോട്ടോ അല്ല, നമ്മൾ ഈ ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന അവരുടെ ഈ കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട ലേറ്റസ്റ്റ് ഫോട്ടോ ഉണ്ട്. സത്യത്തിൽ എനിക്ക് ആ പുള്ളിയോട് പറയണം തോന്നി, അച്ഛാ എൻ്റെ ആധാർ കാർഡ് ഇങ്ങ് തരാമോ? ഫോട്ടോ വെക്കുന്നവരുടെ എല്ലാം എൻ്റെ ഉൾപ്പെടെ ഏത് ഫോട്ടോ വെക്കണം? ആധാർ കാർഡ്. പിന്നെ ആരും എന്തോ വെക്കത്തില്ല, ഫോട്ടോ വെക്കത്തില്ല. നമ്മൾ ഈ ആധാർ കാർഡുമായിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആ ഹിന്ദിക്കാരൻ ഇങ്ങനെ നോക്കാറില്ലേ, കണ്ണാടിയൊക്കെ വെച്ച്. എൻ്റെ മുമ്പിൽ ഒരു പെങ്കൊച്ച് നിൽക്കുമ്പോൾ അവൾ ചോദിച്ചു, വൈ ആർ യു സ്റ്റെയറിങ്? അല്ല, നീ തന്നെയാണോ എന്നൊരു സംശയം. സത്യത്തിൽ ഈ ആധാർ കാർഡ് കണ്ടാൽ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാകും, നമ്മൾ സുന്ദരരല്ലെന്ന്. സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നവരെല്ലാം വല്ലപ്പോഴും എന്ത് നോക്കുക? ആധാർ കാർഡ് നോക്കുക. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, പേര് ഒരു വിഷയമാണ് ഇവിടെ. പക്ഷേ അടിസ്ഥാനം ഇട്ട ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ ദൈവരാജ്യ പ്രത്യേകത, ദൈവരാജ്യത്തിൽ ഞാനില്ല, പക്ഷെ നമ്മളുണ്ട്. ഞാനില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. ഞാനും നിങ്ങളും ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല, ആണോ? അല്ല. ചിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാനുണ്ടല്ലേ സഭ നടക്കത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കുറച്ച് നാളത്തേക്കിന് വിദേശത്ത് പോയ സമയത്ത് ഒരു ഉപദേശി എന്ന നിലയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ ഉള്ള പറ?
പാസ്റ്റർ ഇല്ലാഞ്ഞുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ കുറവുകളുണ്ടായിരുന്നു. എന്നെ ഞങ്ങളുടെ ഒരു നല്ല ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് എന്തോ സന്തോഷമായിരുന്നു അറിയാമോ, നല്ല മീറ്റിംഗ് ആയിരുന്നു, ഇനി അടുത്തിടയ്ക്കൊന്നും വരണ്ട, അവിടെ നിന്ന് കുറച്ചാൾ കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. എൻ്റെ അകത്തെ സകല പ്രത്യാശയും പോയി. പാസ്റ്റർ അവിടെ നിന്നോ, ഇവിടെ നല്ല പോലെ നമ്മുടെ മക്കളൊക്കെ നല്ല പോലെ. അപ്പോൾ ഒരു കാര്യം എന്നെ ദൈവം പഠിപ്പിച്ചു, ഞാനില്ലെങ്കിലും എന്ത് നടക്കും, ദൈവരാജ്യം നടക്കും. കാരണം അത് ആരുടേതാ? ദൈവത്തിൻ്റെ. അപ്പോൾ ഇവിടെ എന്നെ ഉപയോഗിച്ചെങ്കിൽ ദൈവത്തിന് നന്ദി പറയാനേ ഒക്കത്തുള്ളൂ. ഞാൻ അവിടെ വിഷയമല്ല. ആണോ? ഞാനല്ലെങ്കിൽ ദൈവത്തിന് ആരുണ്ട്? മറ്റൊരാളുണ്ട്. കാരണം ഇത് ദൈവരാജ്യമാണ്, നമ്മുടെ രാജ്യമല്ല. പിന്നെ ആരുടെ രാജ്യമാണ്? ദൈവരാജ്യം. ഞാനില്ല, പിന്നെ ആരുണ്ട്? നമ്മളുണ്ട്. എന്നോട് പറഞ്ഞേ, ഞാനില്ല, ആരുണ്ട്? നമ്മളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പേരിന് വേണ്ടിയുള്ളൊരു പ്രയാസം ഉണ്ടാകരുത്. പേര് ഇനിയും എൻ്റെ ഒരു അനുഭവം, ഒരു കല്യാണത്തിന് നിൽക്കുക, നടന്ന കാര്യമാണ്. കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ പ്രശ്നം എന്നാ ചോദിച്ചാൽ, നമ്മൾ സാധാരണ കല്യാണത്തിൻ്റെ ഇതടിക്കും, എന്തല്ലോ പ്രോഗ്രാം ഷീറ്റ്, പ്രെയർ 1, പ്രെയർ, ബ്രൈഡൽ മാർച്ച്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, സാംസ് റീഡിങ്, പ്രെയർ 1 and 2, ഇൻട്രൊഡക്ഷൻ ആൻഡ് വെൽക്കം, സോങ്, മെസ്സേജ് 1, സോങ്, മെസ്സേജ് 2, മെയിൻ സോളമിനൈസേഷൻ, ഇങ്ങനെയൊക്കെയല്ലേ അടിക്കുക. അപ്പോൾ ഈ മെസ്സേജ് 1 or 2 ഏതാണ്ട് അടിച്ച ആളുടെ പേര് തെറ്റിച്ച് അടിച്ചേക്കുന്നത്. പുള്ളി അങ്ങ് ഒഫൻഡഡ് ആയിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കത്തില്ല, എന്നാ കാര്യം, എൻ്റെ പേര് തെറ്റി. നിങ്ങൾ ഒരു മര്യാദയുടെ പേരിൽ അടിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് തെറ്റി, എൻ്റെ അപ്പൻ്റെ പേരായിരുന്നു, നിങ്ങൾ തെറ്റിച്ചിട്ട്. എൻ്റെ അപ്പൻ ഇങ്ങനല്ല, എൻ്റെ അപ്പന് വേറെ പേരുണ്ട്, എൻ്റെ അപ്പൻ ഇട്ട പേരുണ്ട്. അത് നിങ്ങളുടെ അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പാസ്റ്ററെ ക്ഷമിക്കുക, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാനിവിടെ പറയാം, അങ്ങനൊന്നുമല്ല, അതൊക്കെ ക്ഷമിക്കാനൊക്കാത്ത തെറ്റുകളാണ്. ഞാൻ ഇപ്പം എന്താ പ്രശ്നം, പുള്ളി അങ്ങ് വയലൻ്റ് ആകും, ഞാൻ പ്രസംഗിക്കത്തില്ല. ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാർന്നവർ, ഈ ഓർത്തഡോക്സോ അങ്ങനെ, പുള്ളി നല്ല കപ്പട മീശയൊക്കെ വെച്ച് നല്ല അജാനഭാഗം ഒരു മനുഷ്യൻ, ആ പുള്ളിക്കാരൻ കാർന്നവരാ പെണ്ണിൻ്റെ കൂടെ. പുള്ളി വന്ന് ചോദിച്ചു, എന്നാ വിഷയം? അല്ല അച്ഛൻ്റെ പേര്. അതിനിപ്പോൾ ആ പറയുന്ന ആളങ്ങ് തിരുത്തിയാൽ പോരെ, അത് തിരുത്തി പറയണമല്ലോ, ശരിയാവും. അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യണോ ഉപദേശി, ഞാനിന്ന് പ്രസംഗിക്കുന്നില്ല. ഈ കപ്പട മീശക്കാരൻ മീശയൊക്കെ പിരിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിലും താനിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കത്തില്ല. അല്ല, ഞാൻ പ്രസംഗിച്ചോളാം. ഇന്ന് താനിവിടെ പ്രസംഗിച്ചാൽ ഇവിടെ കല്യാണം നടക്കത്തില്ല. വല്ല കാര്യമുണ്ടോ? സത്യത്തിൽ ഈ പ്രോഗ്രാം ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ടിഷ്യൂ ഒക്കെ ഇട്ട് മട്ടൻ ബിരിയാണി തുടച്ചാൽ ഇത് പോത്തില്ല. ഏറ്റവും ഒടുങ്ങി തുടയ്ക്കുന്നത് എന്തോ ഇട്ടാ? പ്രോഗ്രാം ഷീറ്റ് ഇട്ട് കൈ തുടച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാം, ഇഷ്ടം പോലെ കാര്യം. പിന്നെ അതുകൊണ്ട് ഒത്തിരി കാശ് അതിന് മുടക്കരുത്. ആരെങ്കിലും അത് വീട്ടിൽ സൂക്ഷിച്ച് വെക്കുമോ? ഇല്ല, അതന്നേരം തുടച്ച് കളയുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിൽ എന്തോ വന്നില്ല, പേര് വന്നില്ലെന്നുള്ള പ്രശ്നം. എന്തോ പേര്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തിട്ട് കളയും. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവേ ഇവിടെ പേരില്ല, പക്ഷേ എല്ലാവരും ഉണ്ട്. ഞാനില്ല, പക്ഷേ ആരുണ്ടാകണം? നമ്മളുണ്ടാകണം. നീയൂടെ എൻ്റെ കൂടെ വേണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി വേണം. ഞാനും നീയും എല്ലാം ഇതിനകത്ത് വേണേ. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ അവർ യഹോവയുടെ ആലയത്തിന് എന്ത് ചെയ്തു? അടിസ്ഥാനം ഇട്ടു. എന്നിട്ട് അടുത്തൊരു വാക്ക, എന്നാൽ അതാണ് എൻ്റെ ഒരു ദൂത്. നമ്മുടെ തീമുമായിട്ട് അതിനെ ഞാൻ ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണ്. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവനത്തരന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഉറക്കക്കാർ. മറ്റു പലരും സന്തോഷത്തോടെ എന്ത് ചെയ്തു? അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. അപ്പോൾ ഇവിടെ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവരാ. ഒരു ചെറിയ കണക്ക്, ഈ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർക്ക് ഇപ്പം എത്ര വയസ്സ് കാണും? മിനിമം എത്ര വർഷത്തെ ഗ്യാപ്പാണ്? അപ്പം ഇവർ ആ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുണ്ടാകണമെങ്കിൽ, അതൊരു നൊസ്റ്റാൾജിക് മെമ്മറി ആയിട്ടുണ്ടാകണമെങ്കിൽ അത് ഓർമ്മയിൽ മിനിമം എത്ര വയസ്സ് വേണം? നമ്മുടെ പള്ളിയിൽ പോയതോ ചർച്ചിൽ പോയതോ അമ്മയുടെ കൂടെ പോയതോ ഒക്കെ ഒരു 10 വയസ്സെങ്കിലും വേണ്ടേ? 10 വയസ്സെങ്കിലും ഉണ്ടെങ്കിലേ അത്രയും സജീവമായിട്ട് ഓർക്കത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് എത്ര വയസ്സ് കാണും? 80 വയസ്സ് കാണും. എത്ര കോടി രൂപയാണ്? ഇന്ത്യൻ ഡിജിറ്റിൽ കണക്ക് കൂട്ടാത്തൊരു പൈസയുടെ ആലയമാണ് ഞാൻ പോകുന്നത്. ഇത്രയും കോടി രൂപയുടെ ആലയം ഈ 80 വയസ്സുള്ള അപ്പച്ചൻ പണിതിട്ട് ഇവരിനി എത്ര നാളൂടെ കാണും? നിശബ്ദമായല്ലോ.
ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സ്റ്റേജിൽ ഇരിക്കുക, എൻ്റെ കാലിലെല്ലാം നീരുണ്ട്, ഒത്തിരി യാത്ര ചെയ്ത. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളെന്നോട് ചോദിച്ചു, കിഡ്നിക്ക് ഡാമേജ് ഉണ്ടോ? ഞാൻ പറഞ്ഞു കൃപയാലില്ല, നോക്കി, പക്ഷേ യാത്ര ചെയ്തതിൻ്റെ ആയിരിക്കുമെന്നാണ് പറഞ്ഞേ. പുള്ളി ഇതെല്ലാം എന്നോട് ചോദിച്ചിട്ട് എഴുന്നേറ്റ് ഇന്നിപ്പം പറഞ്ഞു, സമീപ ഭാവിയിൽ മേളോട്ട് എടുക്കപ്പെടാനുള്ള പലരും ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും 80 വയസ്സിന് മേലെ പ്രായമുള്ള അപ്പച്ചൻ ഇനി എത്ര നാളൂടെ കാണും? ഇത്രയും കോടി രൂപയുടെ ഹോള്. സമീപഭാവിയിൽ നിന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങളെല്ലാം ജീവനോട് ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമാണ്. അപ്പച്ചന്മാരും അമ്മച്ചി ഇല്ലായിരുന്നെങ്കിൽ പൗർവശം പൂട്ടിപ്പോയേനെ. അതുകൊണ്ട് എല്ലാ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇരിക്കാനേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, ഇവരെത്ര നാളൂടെ കാണും? അപ്പോൾ ഇവിടെ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർ കരഞ്ഞു. അവർക്കതിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട്. അവരുടെ നൊസ്റ്റാൾജിക്ക് മെമ്മറിയിൽ അതുണ്ട്. വീട്ടിൽ അമ്മയുടെ കൂടെ പോയതും വർഷാന്തരയാഗം അർപ്പിക്കാൻ പോയതും ഒരു പക്ഷേ അന്നേരം അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടായിരിക്കണം ഈ കുഞ്ഞ് പോയത്. അമ്മയുടെ അമ്മയും യേശു കർത്താവിനെ പറ്റി പറയുന്നില്ലേ, കാണാതെ വന്നപ്പം തിരിച്ചു പോയെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ആ ഓർമ്മ അവിടെ അകത്തുണ്ട്. ഏതായാലും 80+ ഉറപ്പാണോ? ആയിരിക്കുമോ? സ്വാഭാവികം ആണേ. ഈ പിള്ളാരോ കണ്ടിട്ടില്ലാത്തവരാണ്. അവരെവിടെ ജനിച്ചതായിരിക്കും? ബാബേൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വന്ന പോലെ. അവർക്ക് എന്ത് ശരിക്കും അറിയത്തില്ല, മലയാളം അറിയത്തില്ല. പക്ഷെ അവർ ഈ പഴയ അപ്പച്ചൻ്റെ കഥ കേട്ടോണ്ട് വന്നത്. അവർക്ക് ആർക്കാനേ അറിയത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. സത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. കല്യാണം കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രൗഢഗംഭീരമായി കല്യാണം നടത്തുന്ന ഒരാൾ റവറൻഡ് ഡോക്ടർ കെ.സി. യോൺ സാറാണ്. കെ.സി. യോൺ സാറിൻ്റെ അവസാനം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ജോയ് ആൻഡ് പ്രിവിലേജ്. ഞാൻ കാണാൻ പഠിച്ചതാണ് ചാൻറ്റേന്ന്. ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ജോയ് ആൻഡ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ദ ന്യൂലി മാരിഡ് വെഡഡ് കപ്പിൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, മിസ്സസ് സാൻ മിസ്റ്റർ എന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ അമ്മ എന്തോ ചെയ്യും? കരയോ? പെണ്ണിൻ്റെ അമ്മ മാവിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചത്. പക്ഷേ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടിയുടെ കൂടെ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഒന്നിനും നേരായിട്ട് ഡ്രസ്സൊന്നും ഇല്ല, അടിച്ച് പൊളിച്ച കുറേ പിള്ളേർ. ഇതുങ്ങൾ ഉടനെ വിസിലടിക്കും. അമ്മച്ചി എന്തു ചെയ്യും? കരയും. ഇവർക്ക് എന്തേ അറിയത്തുള്ളൂ? പിള്ളേർക്ക് കരയാൻ അറിയത്തില്ല, പക്ഷേ എന്തോ അറിയാം. ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇവന്മാർ ബാബേലി ജനിച്ചവന്മാരെല്ലാം കൂടെ എന്തോ അടിച്ചു? വിസിലടിച്ചു. അങ്ങനെ വിസിലടിച്ചവരും കരഞ്ഞവരും കൂടെ ഉറക്കപ്പോയി, ആർത്തു. ശബ്ദം ബഹുദൂരം കേട്ടു. എന്നാൽ എനിക്ക് സന്തോഷമായി. വിസിലടിക്കാനാണേലും അമ്മരെല്ലാം വന്നില്ലേ ബാബേലി? വിസിലടിച്ചോട്ട്, എന്നാലും അവരെവിടെ നിന്ന് വന്നു? ബാബേലിൽ നിന്ന് വന്നു. അപ്പോൾ ഈ വിസിലടിക്കാനാണേലും പിള്ളേരെവിടെ വേണം? ഇവിടെ വേണം. എന്നാലില്ലെങ്കിൽ മേജർ ചർച്ചുകളുടെ ഒരു സർവേ എൻ്റെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുത്തപ്പോൾ മേജർ ചർച്ചുകളിലും ഇന്നൊരു 60+ ആണ് മിക്കവാറും ഇരിക്കുന്ന എൽഡേഴ്സ് എല്ലാം. ഞാൻ ഞങ്ങളുടെ സഭയുടെ കണക്കെടുത്തു. 30 വയസ്സിൽ താഴെയുള്ള ദൈവദാസന്മാർ ഇല്ല. 1-2 പേരൊഴിച്ചാൽ ഇല്ല. എൻ്റെ ഒരു ചോദ്യം സഭയോട് ഞാൻ ചോദിച്ചതാണ്. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർമാർ പലരും 70+ ആണ്. 1-2-3 പേരേ ഉള്ളൂ ആ ഒരു റേഞ്ച് അല്ലാത്ത. ബാക്കി എല്ലാവരും 60, 65, 70 ആണ്. ഇവരിനി എത്ര നാളൂടെ കാണും? സീരിയസ് ആയിട്ട് ഓർക്കണം. അവരിനി എത്ര നാളൂടെ കാണും? ഒരു സെൻട്രൽ അപ്പച്ചന്, ഞാനും സെൻട്രൽ പാസ്റ്ററാണ്, എൻ്റെ അപ്പനും സെൻട്രൽ പാസ്റ്ററാണ്. ഒരു ശവടക്കം മേളിലാണ്, കുന്നിൻ്റെ മുകളിലാണ്. ഞാൻ അപ്പച്ചോട് പറഞ്ഞ അപ്പച്ച കയറിപ്പോവല്ലെന്ന്. പുള്ളി പറഞ്ഞു ഞാൻ പോയാലും ശരിയാകത്തെന്നാൽ പോകാൻ പറഞ്ഞു. പോയിട്ട് അങ്ങോട്ട് ശവം എടുത്തുകൊണ്ട് പോയതുപോലെ അപ്പച്ചൻ അവിടെ ചെന്ന് ഷുഗർ കുറഞ്ഞു പോയി എടുത്തുകൊണ്ട് വരികയാണ്. ഞാനും മനസ്സിൽ കണ്ടു ഒരു കുഴപ്പമില്ല. ഞാൻ അന്നേരം പറഞ്ഞാൽ പോകരുത്, പുള്ളിക്ക് അന്നേരം പോയേ ഒക്കത്തുള്ളൂ. അവിടെ ചെന്ന് ഈ ചൂടത്ത് ഇന്നപ്പോഴേ പുള്ളി ഫെയിൻ്റായി. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള പിള്ളേർ പാസ്സായില്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞല്ലേ അവരെ സീനിയർ പോസ്റ്റാക്കാനൊക്കെ എന്നാലൊരു പക്വത വരത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു അപകടം അവരില്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം. ബാക്കി എല്ലാവരും അലേർട്ടാണ്. ലൈവ് ഒന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നേപ്പാളിൽ ഭരണകൂടം അറിയാൻ കാര്യം ആരെയാ? ജൻസിയാണ്. ജൻസി കൊണ്ടാണ് നേപ്പാൾ ഭരണകൂടം മാറിയത്. പക്ഷെ ജൻസി ഇളകിയെന്നുള്ളത് ഇന്ത്യൻ മാധ്യമങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊരു സാധനം വന്നല്ലോ, അത് വന്നത് പോലും ജൻസിയാണ്. ജൻസി ഭയങ്കര പൊട്ടൻഷ്യലാണ്. ജൻസി എന്ന് പറയുമ്പം ബോൺ ആഫ്റ്റർ 1996 or 7 ആണ്, ബിറ്റ്വീൻ 2012. അതിനുശേഷം ആൽഫയാണ്. ഈ പിള്ളേർ ഭയങ്കര മിടുക്കരാണ്. ഒന്നാമത്തെ കാര്യം, ഞാനിവരെ ശ്രദ്ധിച്ചപ്പോൾ ഇവരൊരിടത്തും ജോലിയിൽ ഇങ്ങനെ പള്ളു കെട്ടുകൊണ്ട് നിൽക്കത്തില്ല. ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ല അന്നേരം എന്ത് ചെയ്യും? ക്വിറ്റ് ചെയ്യും, ചാടി നിൽക്കും. നമ്മളാണല്ലോ പറ്റി പിടിച്ച് കിടക്കും, അവർ ചാടി നിൽക്കും. രണ്ടാമതൊരു കാര്യം, ഞാനൊരു ഗുണം അവർ കണ്ടത്, ഒരിക്കലും കുറ്റം പറയത്തില്ല. നമ്മളാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അവിടെ സാരി കണ്ടോ, കൊച്ചിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. പിള്ളേരെന്നെ പറയും, അമ്മയ്ക്ക് വട്ടാന്നൊന്നും ചോദിക്കും, വേറെ ഒന്നും കണ്ടില്ല എന്ന് ചോദിക്കും. എന്നോട് ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പാസ്റ്ററെ ഇവന് ഭയങ്കര ദേഷ്യമാണ്, എന്നോടങ്ങ് ചാടുക പാസ്റ്ററെ, എനിക്ക് സമാധാനമില്ല, ഇവനെന്നോടങ്ങ് തിന്നാൻ വരിക. അവനോ? ഞാൻ ചോദിക്കാം അവനോട്, നീ ഇതിന് അമ്മയെ തിന്നാൻ ചെന്നേ? എൻ്റെ പൊന്നച്ച നാട്ടുകാരെ മുഴുവൻ കുറ്റം പറയാൻ. ഞാൻ പറഞ്ഞു, ഈ വീട്ടിലെന്തോ പറയരുതെന്ന്. കുറ്റം പറയും. ഞാൻ വെച്ചു, ആൻറ്റി അല്ല പിന്നെ ഞാൻ കുറ്റം ഇവനോടല്ലാതെ പിന്നെ ആരോടാ പറയുന്നത്? പക്ഷേ ഇവരെന്തോ കേൾക്കത്തില്ല, കുറ്റം കേൾക്കുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, ജാതി പറയുമോ? വല്യപ്പൂന് ഇന്ന ജാതിയാന്ന് പറയുമോ? ഇല്ല. നമ്മളെന്തോ തപ്പിയെടുക്കും ജാതിയത്ത്. ഈ പിള്ളേർ ജാതി പറയും, ജാതി പറഞ്ഞു നോക്കി, അവർ പറയും വേറെ പണി നോക്കാൻ പറയും. പിന്നെ സ്ത്രീ പുരുഷ ഡിസ്ക്രിമിനേഷൻ കൂടുതലാണോ കുറവാണോ? കുറവാണ്. ഭാര്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ താണിരിക്കണം, പെണ്ണ് അങ്ങനെ ആകാണോ എന്നൊന്നുമില്ല. അവരെല്ലാം ഈക്വലാണ്. ഒരു പരിധിവരെ പെൺപിള്ളേർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ് അല്ലേ? പെൺപിള്ളേർ കുറച്ചുകൂടെ മിടുക്കരാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പെൺപിള്ളേർ ഞങ്ങളുടെ വഴിയൊക്കെ മൂന്നാറിന് പോകുന്നത്, അവരൊന്നും ആഭരണമൊന്നും ഇടാതെ നല്ല ബോബൊക്കെ ചെയ്ത് ബുള്ളറ്റിലൊക്കെയാണ് പോകുന്നത്. സോളോ ട്രിപ്പ് പോവുക. ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, നീ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്? ആൾ പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ ചോദിച്ചു, എങ്ങനെ? ഐ ഹാവ് പെപ്പർ സ്പ്രേ ആൻഡ് പിച്ചാത്തി. എൻ്റെ പൊന്നണ്ണന്മാരെ ചെല്ലല്ലേ, ചിലപ്പം കണ്ണടിച്ച് പോവും. പെപ്പർ സ്പ്രേ കാണും. പെപ്പർ സ്പ്രേ ആൻഡ് പിച്ചാത്തി ബുള്ളറ്റിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവൾ ബോൾഡായിട്ട് മുടി. പക്ഷേ ഇവൻ്റെ പുറകെ കുറേ ആമ്പിള്ളേർ പോകുന്നുണ്ട്. ഇവിടെ പുറകെ മുടി ഇവിടെ കെട്ടി, ഇവിടെയും കൊടുക്കെട്ട്. അവളോടാണ് നമ്മൾ പറയുന്നത്, സ്ത്രീ പുരുഷൻ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ട്. എന്നാലും ന്യൂജൻ പിള്ളേർക്ക് ഒത്തിരി ഗുണമുണ്ട്. കുറ്റം പറയാത്ത പിള്ളേരാണ്, ജാതി പറയാത്ത പിള്ളേരാണ്, വിഷയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന പിള്ളേരാണ്. ഞാനൊരു മോനോട് ചോദിച്ചു, ഹൗ വാസ് മൈ മെസ്സേജ്? ഇറ്റ് വാസ് ടു ബോറിങ് ആക്ച്വലി. ഇറ്റ് വാസ് ടു ബോറിങ്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട അവനെ. ഒന്നുമില്ല, അവൻ എന്തോ പറഞ്ഞു, സത്യം പറഞ്ഞല്ലോ. ഇറ്റ് വാസ്, നമ്മളാണ് പറഞ്ഞത് നല്ലതാണ്, കേട്ടുപോലും ഇല്ല, എന്നാലും നമ്മൾ പറഞ്ഞത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇറ്റ് വാസ് ടു ബോറിങ്. സ്നേഹത്തിൽ എന്ത് സംസാരിക്കും? സത്യം സംസാരിക്കും. എന്നാൽ ഈ പിള്ളേരില്ലെങ്കിൽ നാളെ എന്തിനാണ്? കേരളത്തിൽ പറ്റിയേക്കുന്ന ഏറ്റവും വലിയ കാര്യം, 2 നല്ല വീടുകളെല്ലാം വെറുതെ കിടക്കുക. കാരണം ആരില്ല, പിള്ളേരില്ല. ഇത് തന്നെ ചർച്ചകൾക്കും പറ്റാൻ സാധ്യതയുണ്ട് ഒരു 20-30 വർഷം കഴിയുമ്പോൾ. ഒന്ന് മൊത്തം നോക്കിക്കോ, ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യം എന്താ? ഇനി സഭയുടെ ഏറ്റവും വലിയ ദൗത്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ജെൻസിയെയും ആൽഫയും എല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കാൻ വലിയൊന്നും ചെയ്യണ്ട. എന്തുകൊണ്ട് വിശേഷം മക്കളെ ഒന്ന് ചോദിച്ചാൽ മതി, അവർ വന്നോളും. ചിലപ്പോൾ ഇച്ചിരി മുടിയൊക്കെ വളർത്തിയിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി മുടി ചീകാതെ നടക്കും. ഇന്നത്തെ പിള്ളേർ മുടി ചീകുന്നവരല്ല. നമ്മളിപ്പോൾ എണ്ണ പുരട്ടി ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നു വരത്തില്ല. പക്ഷെ നാളെ ഇവരെല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്ത്. നമ്മുടെ ജോലി എന്താ? ചേർത്ത് പിടിക്കണം. ഇവരില്ലെങ്കിൽ UK പറ്റിയത് ഇന്ത്യയെ പറ്റും. പക്ഷേ അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഈ മക്കൾ നമ്മുടെ കൂടെ വേണം. പക്ഷേ ഈ മക്കൾ നല്ല മക്കളാണെങ്കിലും ഇവരെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തപസ്സെന്ന് പറയുന്നൊരു കവിതയ്ക്കകത്ത് ഒരു കുഞ്ഞ് എഴുതുന്നുണ്ട്, എവിടെയോ വായിച്ചത് മനസ്സിൽ കിടപ്പുണ്ട്. അമ്മ TV-യുടെ മുമ്പിൽ തപസ്സിരിക്കുന്നു, അച്ചായൻ മൊബൈലിന് മുമ്പിൽ തപസ്സിരിക്കുന്നു, ചേട്ടൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ തപസ്സിരിക്കുന്നു, കൗമാരക്കാരൻ എഴുതുക, ഞാൻ എൻ്റെ മുറിയിൽ ശപിച്ചിരിക്കുക, ആരും അത് കാണുന്നില്ല. കാരണം ഇവള് കരയുന്ന എന്തിനാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ചിലപ്പോൾ മെൻ്റലി ഇവർക്ക് മെൻ്റൽ കപ്പാസിറ്റി കുറവാണ് ഈ മക്കൾക്ക്.
അതൊരു യാഥാർത്ഥ്യമാണ്. മെൻ്റൽ കപ്പാസിറ്റി കൂടുതലാണോ കുറവാണോ? കുറവാണ്. അതിന് ഒരു കാര്യം നമ്മൾ ഒത്തിരി പാമ്പർ ചെയ്തതാണ്. കാരണം പണ്ട് ഒത്തിരി മക്കളുണ്ടായിരുന്നപ്പം കഴിച്ചതായിരുന്നോ കുറ്റം, കഴിക്കാതിരുന്നതായിരുന്നു. ഒത്തിരി മക്കളുള്ള വീട്ടിൽ കഴിച്ചതായിരുന്ന കുറ്റം, കഴിക്കാതിരുന്നായിരുന്നു. കഴിച്ചതിന് അടി കിട്ടിയവരുണ്ട്. അവരുടെ കൂടെ എടുത്ത് ചിലരുണ്ട് കയറി ഇറങ്ങി കഴിക്കും, മറ്റവരുടെ കൂടെ എടുത്ത് എന്ത് ചെയ്യും? കഴിക്കും. ഇന്നത്തെ പ്രശ്നം എന്ത് ചെയ്യാന്നാണ്? കഴിക്കാൻ ഞാൻ. ഇനി രണ്ടാമത്തൊരു കാര്യം, പങ്കുവെച്ചും വഴക്കുണ്ടാക്കി പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കും. അപ്പോൾ അവൻ്റെ തലവണ ഇവൻ വലിക്കും, ഇവൻ്റെ തലവണ അവൻ വലിക്കും, ഇവൻ്റെ പുതപ്പ് അവർ വലിക്കും. അവസാനം ഇവർ തലവണ ഇട്ട് അടിക്കും. അടിക്കുമ്പോൾ ഇത് കേട്ടോണ്ട് വന്ന അമ്മ ഒരു വടിയെടുത്ത് തലങ്കം പുലങ്ങും കിട്ടിയവനെ എല്ലാം എന്ത് ചെയ്യും? തല്ലും. തല്ല് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയവനെ എല്ലാം എന്ത് ചെയ്യും? തല്ലും. കിട്ടിയവനെ എല്ലാം തല്ലുന്നവർക്ക് എവിടെങ്കിലും ഒരു തല്ല് കിട്ടി അവർ തൂങ്ങിച്ചാകത്തൊന്നുമില്ല. കാരണം അവരിഷ്ടം പോലെ എന്ത് കിട്ടിയതാണ്? തല്ല് കിട്ടിയതാണ്. തല്ല് കിട്ടി, തല്ല് കൊടുത്തും ഇണങ്ങിയും പിണങ്ങിയും പങ്കുവെച്ചും ഒക്കെ പഠിച്ചവർക്ക് കുറച്ചുകൂടെ മാനസിക ബലം കാണും. ഇവരുടെയൊക്കെ ഒത്തിരി പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും മാനസികത, അതുകൊണ്ടാണ് ലഹരിക്ക് പെട്ടെന്ന് പിടിക്കുന്നത്. ലഹരി ഇവരെ പെട്ടെന്ന് പിടിക്കാൻ കാര്യം ടെൻഷൻ അടിക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കുന്നിരിക്കുന്ന മക്കൾക്ക് ആരെങ്കിലും കൂട്ടുകാർ പറയും, ഞാൻ എന്ത് പിള്ളേരെയാണ് കാണുന്നറിയാമോ ഈ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്. ഈ പിള്ളേർ കാണിക്കുന്ന വെപ്രാണം കണ്ടാൽ എനിക്ക് അത്ഭുതം തോന്നും. ഞങ്ങളൊക്കെ പരീക്ഷ എഴുതിയത് തോക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇരിക്കും എടാ അളിയാ, നമുക്ക് അടുത്ത പ്രാവശ്യം പാരക്കോളി എല്ലാം അറിയാമെന്നിട്ട് എല്ലാവരും കൂടെ തോക്കാൻ വേണ്ടി എഴുതാൻ വന്നവരുണ്ട്. എന്തിനാ? ഒരു വർഷം കറങ്ങിയിട്ട് അടുത്ത വർഷം ഡിഗ്രിക്ക് പോകാൻ വേണ്ടി. എന്നിട്ടും ടെൻഷൻ ഇല്ലായിരുന്നു. പഠിച്ച പിള്ളേർക്കാണോ ടെൻഷൻ ഉള്ളത്? പഠിക്കാത്ത പിള്ളേർക്കാണോ? പഠിക്കാത്ത പിള്ളേർക്ക് ഒരു ടെൻഷനില്ല, അവർ വളരെ കൂളായിരിക്കും. പഠിച്ചവർക്കോ എന്നോ ടെൻഷനോ വെപ്രോളം. ഞാനൊന്നിനെയും കൊണ്ട് നടന്ന വഴി രാത്രി ചുരുണ്ട് അവസാനം തെറാപ്പി കൊടുക്കാൻ കൊണ്ടുപോയി. അവിടുന്ന് ഞാൻ രാത്രി റൈഡ് കൊണ്ട് നടന്നു. അവിടുന്ന് വെളുപ്പിനെ വന്ന് ഡ്രിപ്പ് ഇട്ടു. എന്നിട്ട് ആ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ച് സ്കൂളിൽ കയറ്റി വിട്ടു. സ്കൂളിൽ കയറ്റി വിട്ടപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞിൻ്റെ അമ്മയെല്ലാം ഉണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് സ്പീഡിൽ കയറി പോന്നു. അതേ സ്പീഡിൽ ഇറങ്ങിപ്പോന്നു. അമ്മ ഫ്ലാറ്റ്, എൻ്റെ കൊച്ച. അത് ആ കൊച്ചയല്ലായിരുന്നു, വേറെ ഏതാണ്ട്. അമ്മയ്ക്കും പട്ട, കൊച്ചിനും പട്ട, എല്ലാത്തിനും പ്രശ്നം, എല്ലാം പ്രശ്നം. ഈ പ്രശ്നമുള്ള പിള്ളേരെല്ലാം നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ഇവരെല്ലാം എന്താകും? ശരിയാ. പക്ഷെ ചേർത്ത് പിടിച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ നാളുകളിൽ നഷ്ടം ഉണ്ടാകും. ആർക്ക്? നമുക്ക്. ഇവരെ ബാധിക്കുന്ന ഈ തപത്തിൻ്റെ എല്ലാം പിന്നിൽ സൈക്കോളജിസ്റ്റ് പറയും ടീനേജ് പ്രോബ്ലമാണ്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയും നിങ്ങൾ യു ക്യാൻ ഡു ഇറ്റ്, യു ഹാവ് ടു കം ഔട്ട്. പക്ഷേ ദൈവദാസൻ എന്നാലും നമ്മൾ പറയും ഇതുങ്ങളെ ബാധിക്കുന്ന ഒരു പൈശാചിക പ്രവണതയുണ്ട്. അത് എൻ്റെ ഒരു അനുഭവമാണ്. വീണ്ടും പറയുന്നത് ഡോക്ടറിനല്ല, ഒരു എക്സ്പീരിയൻസ്. ഒരു വീട്ടിൽ ഞാൻ ഇരിക്കുക, നടന്ന കാര്യമാണ്, കഥയല്ല. അപ്പോൾ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന പ്രവാചകൻ. അപ്പോൾ ഈ വീട് ഇങ്ങനെ പഴയ ഒരു വീട്, ആ വീടിൻ്റെ പുറകിൽ കൂടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മേളത്തെ റൂമിലേക്ക് ഫ്ലോറിലേക്ക് 1-2 മുറി മേളിലുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളിത് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന പ്രവാചകൻ അങ്ങ് ഇതൊന്നും അറിയാതെ അങ്ങ് ആത്മാവിൽ അങ്ങോട്ട് ഉറഞ്ഞ് എന്താ പറയുക, അങ്ങ് ഭയങ്കര പുള്ളിയുടെ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പെങ്കൊച്ചിനെ വാശി കയറ്റി പിണക്കിപ്പിച്ച് വൈരാഗ്യപ്പെടുത്തി സ്റ്റെപ്പ് കയറ്റി ചവിട്ടി കുലിപ്പിച്ച് കൊണ്ടുപോയി കട്ടിലെ കമത്തി കിടത്തി കഥ വലിച്ചടപ്പിച്ച് എനിക്കിപ്പം വേണ്ട കഴിക്കാനെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പട്ടിണിക്കിട്ട് അതിനെ വാശി പിടിപ്പിക്കുന്ന ദുഷ്ട പന്ന പിശാചെ വിട്ടു പോന്ന് പറയും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട് യോഗത്തിന് വന്നിരിക്കുന്നു. ആരും അറിഞ്ഞില്ല. അമ്മ പിന്നെ പറഞ്ഞു വാശി പിടിച്ച് മേളിൽ ചവിട്ടിക്കുലുക്കി പോയതാണ്. അപ്പോൾ ഇതുങ്ങളെ ഈ ചവിട്ടിക്കുലുക്കി കൊണ്ടുവന്ന ആരാ? ഇത് നമ്മൾ പറയും ടീനേജ് പ്രോബ്ലമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാടിൽ പറയും ഇവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ദുഷ്ട സ്പിരിറ്റുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല, ഇവരോടല്ല, ഇവർ വ്യാപരിക്കുന്ന ഒരു തൊട്ടാൽ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ്? വിസിലടിച്ചാലേ നാളെ കരയത്തുള്ളൂ. ഇന്ന് വിസിലടിച്ചാലേ നാളെ എന്ത് ചെയ്യത്തുള്ളൂ? കരയത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇപ്പം എന്താണ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു പാട്ടുണ്ടല്ലോ കാന്ത, അത് പിന്നെ അമ്പലത്തിൽ പാടി വലിയ പ്രശ്നം. എന്താ പരിദേവന ഒരു പാട്ടില്ല, അതൊക്കെ എന്നോ മ്യൂസിക്കൊക്കെയാണ്. എനിക്ക് അതിൻ്റെ അർത്ഥം പോലും മനസ്സിലായില്ല. ഞാൻ പലവട്ടം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലെന്നുള്ള സത്യം. പക്ഷേ അവർ ചാടുന്നുണ്ട്. നമുക്ക് ചാടാൻ ഒക്കുമോ? അങ്ങനെ ഇല്ല. എന്നാലും ഇവർ ചാടിയാലല്ലേ നാളെ ഇവർ കരയത്തുള്ളൂ. ഇവരിന്ന് ചാടിയാലല്ലേ നാളെ അവർ കരയത്തുള്ളൂ. അപ്പം കരയാനാണെങ്കിൽ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
ഈ ഉപവാസ പ്രാർത്ഥന. എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബോൺ ആഫ്റ്റർ 96 ആണല്ലേ, 96 ശേഷം 2012 ഇടയ്ക്ക് ജനിച്ചവർ, ഒന്നുകൂടെ പറയട്ടെ, 96 2012 ഇടയ്ക്ക് ജനിച്ച മക്കൾ ജെൻസിയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? 96 2012 ഇടയ്ക്ക് ജനിച്ച മക്കൾ എല്ലാം ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. ഇവരെ നമുക്കൊന്ന് നിങ്ങളൊരു വലിയ സമൂഹത്തെ പ്രദാനം ചെയ്യാം. നിങ്ങളിന്നങ്ങ് ഉണരണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണം. നിങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ നാളെ. കാരണം ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നാളെ സഭയില്ല. അപ്പം നമുക്ക് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. റെഡിയാണോ സഭ? എന്നാലേ നമുക്ക് ഈ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ സ്വസ്ഥതയിൽ താമസിക്കുമെന്നല്ലേ. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയവാസങ്ങളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും. നിങ്ങൾ സ്വസ്ഥതയില്ലെങ്കിൽ വീട്ടിലെന്തില്ല? സ്വസ്ഥതയില്ല. പലപ്പോഴും സ്വസ്ഥത ഉണ്ടാകുന്നതും ഫാമിലി എന്നുള്ളതിന് സായിപ്പ് പറഞ്ഞ ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ഫാമിലി? സായിപ്പ് പറഞ്ഞ ഒരു ഡെഫിനിഷനാണ് ഫാദർ ആൻഡ് മദർ. ഫാമിലി, മക്കൾ വന്ന് അപ്പനും അമ്മയോടും പറയണം ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, ദെൻ ദാറ്റ് ബിക്കം എ ഫാമിലി. ഒരാളുടെ ഡെഫിനിഷൻ പറഞ്ഞ് കേട്ടാ ഫാമിലിക്ക് ഡെഫിനിഷൻ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് കുഞ്ഞുങ്ങളെപ്പം പറയുന്നു അപ്പോൾ അതെന്താകും? വീടാകും. ഫാദർ ആൻഡ് മദർ. ഇവർ പലപ്പോഴും നല്ല പിള്ളേരാണ്, പക്ഷേ ഇവർ പെട്ടെന്ന് അപ്സെറ്റ് ആകുന്ന മക്കളാണ്. ഇവർ പെട്ടെന്ന് ഇവർ ഒത്തിരി പേരും സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി സമയങ്ങൾ സ്ക്രീൻ ടൈം കൂടുതലുള്ള മക്കളാണ്. പക്ഷേ സാരമില്ല, നിങ്ങൾ സ്ക്രീൻ ടൈമിലൊക്കെ ഇരുന്നാലും നിങ്ങളെല്ലാം ശരിയാവും. ഈ ഇരിക്കുന്ന കൂടുതൽ നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ മുമ്പ് ഇരിക്കുന്ന ഒരു ദിവസം വരും. നിങ്ങൾ അതിനേക്കാട്ടിലും കൂടുതൽ സമയം. ഞാനൊരു വെളിപ്പാട് കണ്ടതാണ്. ഒരമ്മ, അതെന്നെ ദൈവം കാണിച്ചൊരു വെളിപ്പാടാണ്. ഞാനൊരിക്കൽ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അന്ന് രാത്രി ദൈവം എൻ്റെ ഒരു വെളിപ്പാട് കാണിച്ചു. രാത്രി അമ്മ 2 മണിയായപ്പോൾ എഴുന്നേറ്റപ്പം മുറിക്കാത്ത വെട്ടമുണ്ട്. ഇവൻ ഇനിയും കിടന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി തുള്ളി 2 പറയാൻ ദണ്ണപ്പെട്ട അമ്മ എന്നപ്പം കണ്ട കാഴ്ച കമ്പ്യൂട്ടറും ഫോണും ഒന്നും അല്ല. മുട്ടുകുത്തി ബെഡിൻ്റെ മുമ്പിൽ ഇരിക്കുക. വേദപുസ്തകം കട്ടിലെ തുറന്നു വച്ചിട്ടുണ്ട്. കണ്ണീര് ധാരധാരയായി വേദപുസ്തകത്തിൽ വീഴുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ ഒരു സമൂഹത്തിന് വേണ്ടി കാണിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. എല്ലാ മക്കളിലും കാണും.